Good evening to all. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ആദ്യം കഴിഞ്ഞ ടെസ്റ്റിന്റെ ഡിസ്കഷൻ ആണ്. Test-Tntern Abbey അതുപോലെ Skylark അങ്ങനെ ഈ രണ്ട് പോയത്തിന്റെ ഡിസ്കഷന്റെ രണ്ടാം ഭാഗമാണ്. അതിന്റെ അപ്പുറം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടെസ്റ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കും കൈകാര്യം നോക്കാം. അത് 90 വരെ അല്ലേ അന്ന് നിർത്തിയിരുന്നത്? ഓക്കെ, ഇത് ഈസി ആയിട്ടുള്ള ഭാഗം തന്നെയാണ് കേട്ടോ. നോക്കാം. നമ്മുടെ ഗ്രൂപ്പിലുള്ള ചില കുട്ടികൾ വളരെ തീവ്രതയോടുകൂടി പഠിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. വളരെ തീവ്രതയോട് എന്ന് പറഞ്ഞാൽ അവര് സെക്കൻഡ് റൗണ്ടിലാണ് കേട്ടോ. ചില കുട്ടികൾ ആളുകളെ പേരൊന്നും പറയുന്നില്ല, അവര് പേര് പറയണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് അവര് സെക്കൻഡ് റൗണ്ടിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ വളരെ സന്തോഷമുണ്ട്. ഇതില് സെക്കൻഡ് റൗണ്ടില് എത്തിയ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇതുവരെ എടുത്ത സംഭവങ്ങൾ സെക്കൻഡ് റൗണ്ടിലേക്ക് എത്തിയ വേറെ ആരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് റൗണ്ട് തന്നെ ഫുള്ളാക്കാത്ത ആൾക്കാരായിരുന്നു അല്ലേ? ആണോ? ഹലോ, എത്തിക്കൊണ്ടിരിക്കുന്നു സർ, എത്തണേ ഉള്ളൂ. സെക്കൻഡ് റൗണ്ടിലേക്ക് എത്തിയ ആളുകൾ ഉണ്ട് കേട്ടോ നമ്മുടെ ഗ്രൂപ്പില്. അപ്പൊ ആ സെക്കൻഡ് റൗണ്ട് തന്നെ എങ്ങനെയെങ്കിലും എത്തിയല്ല, പഠിച്ചിട്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് സെക്കൻഡ് റൗണ്ടിലേക്ക് എത്തിയ ആൾക്കാരുണ്ട്. അവർക്ക് 100% ഉറപ്പാണ്. ഇതേപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ HSA അവർക്കുള്ളതാണ്. ഞാൻ പറഞ്ഞത് നമ്മളെ ടാർഗറ്റ് 4 പ്രാവശ്യം റിവിഷൻ ആണ്. ഓരോ പ്രാവശ്യം റിവിഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് അതിന്റെ സമയം കുറച്ച് കൊണ്ടുവരാൻ പറ്റും, നമ്മൾ എടുക്കുന്ന സമയം. അപ്പൊ അങ്ങനെ ലാസ്റ്റിലേക്കൊക്കെ ഒന്ന് ഓടിച്ചു പോയാൽ മതി, വേറെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. യെസ്, 91 അല്ലെ? ക്വസ്റ്റ്യൻ നമ്പർ 91 അല്ലേ നമ്മൾ ചെയ്യാനുള്ളത്? ഹലോ, 90 ചെയ്തല്ലേ? More like a man, a thing he loved, the thing he loved. Explain the poet's experience during the period. Sounding cataract ഇതൊക്കെ പറഞ്ഞതാണ് അല്ലേ? Haunted me like a man. എന്താ ഈ സൗണ്ടിങ് കാറ്ററാക്ട് എന്ന് പറഞ്ഞാല്? വാട്ടർഫോൾ ആണ്. ആ ശബ്ദമാണ് അവർ ഉദ്ദേശിച്ചത്. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. 91 നോക്കണേ, ഇത് നല്ല രസമാണ് സംഭവം കേട്ടോ. നമ്മള് ഈ എഴുത്ത് കാണുന്ന സമയത്ത് നമ്മൾ പേടിച്ചുകൊണ്ട. The tall rock എന്ന് പറഞ്ഞിട്ട് their colors and forms were then to me an appetite, a feeling and a love. ഇതൊന്നും കേട്ടില്ല ഞങ്ങള്? നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞതാ അല്ലേ? Their colors and forms were then to me an appetite, a feeling and a love. What does William Wordsworth mean by an appetite എന്നാണ് ചോദ്യം. ഈ ഫസ്റ്റ് ഭാഗം നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഭാഗത്തെ എല്ലാം സംഭവമാണ്. അതേ നിൽക്കുന്ന റിവർ വൈൻ്റെ അടുത്താണെന്നുള്ളതാണ്. അപ്പൊ അവിടെ നമുക്ക് he remembers how he would enjoy the beauties of the wild landscape during his second visit in 1793. 1793 അദ്ദേഹത്തിന്റെ സെക്കൻഡ് വിസിറ്റ് ആണ് അല്ലെ? സെക്കൻഡ് വിസിറ്റ് ആണ്. അപ്പൊ ആ സമയത്താണ് അദ്ദേഹം ആ ബ്യൂട്ടീസ് ഒക്കെ ഇങ്ങനെ ആലോചിക്കുന്നത്. ഫസ്റ്റ് വിസിറ്റ് ആണല്ലേ? ഫസ്റ്റ് ഇതിൽ പക്ഷെ എഴുതിയിരിക്കുന്നത് സെക്കൻഡ് വിസിറ്റ് എന്നാണ് കേട്ടോ, 1793. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വിസിറ്റ് ആണ് വരേണ്ടത്. അദ്ദേഹം സെക്കൻഡ് ആയിട്ട് 1798 അല്ലേ സെക്കൻഡ് വിസിറ്റ് നടത്തുന്നത്? 98 പോയം എഴുതുന്നത് അല്ലേ? സെക്കൻഡ് വിസിറ്റിലാണ് ഈ പോയം എഴുതുന്നത് 1798. ഓക്കെ, അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം. 1793 എന്നുള്ളത് ഫസ്റ്റ് വിസിറ്റും 1798 എന്നുള്ളത് സെക്കൻഡ് വിസിറ്റും. Then his enjoyment of nature had been purely emotional and sensuous. അല്ലേ? അപ്പൊ ആ സമയത്ത്
അദ്ദേഹത്തിന്റെ എൻജോയ്മെന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ ആണ് ആൻഡ് സെൻഷ്വസ് ആണ്. He would seek only the gratification of the senses in his search for the natural objects like the sounding waterfall. അപ്പൊ ആ സമയത്ത് ഇദ്ദേഹം എന്താണ് ഇങ്ങനെ തിരയുന്ന സമയത്ത് അദ്ദേഹത്തിന് കേൾക്കുന്നുണ്ട് എന്ത് നാച്ചുറൽ ഒബ്ജക്ട്സ് ആണ്. അതാണ് സൗണ്ടിങ് വാട്ടർഫോൾ, അതായത് സൗണ്ടിങ് കാറ്ററാക്ട് ഉണ്ട്. സൗണ്ടിങ് കാറ്ററാക്ട് അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റും. ദ ഹൈ റോക്ക് അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നുണ്ട്. ദ മൗണ്ടൻ അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നുണ്ട്. ദ മിസ്റ്റീരിയസ് ഫോറസ്റ്റ്, ആ ഫോറസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. He would love those natural objects passionately as someone seeks the objects of his appetite. അല്ലേ? അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞത്. അതൊക്കെ അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നുണ്ട്. വളരെ പാഷൻ, ഇന്റൻസ് ഫീലിംഗ് ആൻഡ് ഇമോഷൻസ് ആണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ആ മാനസികമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പാഷൻ ആണ് എന്ത് ആപ്പറ്റൈറ്റ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത നോക്കൂ. That had no need of a remoter charm unborrowed from the eye. അത് പറയാം. എന്താണ് ഇവിടെ റിമോട്ടർ ചാം എന്നതുകൊണ്ട് അല്ലെങ്കിൽ അൺബോറോഡ് ഫ്രം ദ ഐ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോക്കണം. അദ്ദേഹം ഇവിടെ നോക്കേ, ഇവിടെ വീണ്ടും വീണ്ടും ഇങ്ങനെ സെക്കൻഡ് വിസിറ്റ് എന്നാണ് കൊടുക്കുന്നത്. അത് തെറ്റാണ്. Then അദ്ദേഹം പറയാണ്, his enjoyment of nature had been purely emotional and sensuous. He had not been conscious of the fact that pleasures of the sights and sounds of nature can be obtained through contemplation, even being absent from the actual landscape. അപ്പൊ ആ സമയത്ത് ഇദ്ദേഹം കുട്ടിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ സെൻഷ്വസ് ആണ്. അതുപോലെ തന്നെ ബ്യൂട്ടി, ഇതൊക്കെ അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഒരു കാര്യം അറിയില്ലായിരുന്നു. അദ്ദേഹം ആ ലാൻഡ്സ്കേപ്പിൽ നിന്ന് മാറി ഈ ടൗണിലെ ജീവിതം അദ്ദേഹം ആരംഭിക്കുന്ന സമയത്ത് ടൗണിൽ നിന്നും ഇദ്ദേഹത്തിന് ഇതേ ബ്യൂട്ടി അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഒരു ഫാക്ട് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പക്ഷെ 5 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം അത് മനസ്സിലാക്കുന്നത്. He would seek only the gratification of his eyes in his search for the natural objects like the sounding waterfall, the high rock, the mountain and the mysterious forest. ഇതൊക്കെ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് ദ ഐസ് ആണ് ഉണ്ടായത്. ഓക്കെ, കണ്ണിന് ആ കൺകുളിർമ എന്ന് പറയില്ലേ, അതാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി നോക്കണം. That time is past and all its dizzy raptures. What time is referred to here? That time is past എന്ന് പറഞ്ഞു. ഏത് സമയമാണ് ഉദ്ദേശിച്ചത്? What does William Wordsworth mean by aching joys and dizzy raptures? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചൈൽഡ്ഹുഡ് ഡേയ്സ് ആണ്. ചൈൽഡ്ഹുഡ് ഡേയ്സ് ആണ്. That time is past, അല്ലേ? Aching joys and dizzy raptures. എന്താ ഈ aching joys and dizzy raptures? മനസ്സിലാവുന്നുണ്ടോ? ഇവിടെതാ പറയുന്നുണ്ട്. He understands that the appeal of the landscape has changed considerably in the lapse of 5 years from what it had been during his second visit as a young man. അന്ന് അദ്ദേഹം കണ്ടിരുന്ന ആ നാച്ചുറൽ സീനല്ല, അന്നത്തെ ആ ഒരു കാഴ്ചയല്ല 5 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നത്. മാറി, ആ വ്യക്തി മാറി. ലാൻഡ്സ്കേപ്പ് മാറിയിട്ടില്ലെങ്കിലും വ്യക്തി മാറി. He does not feel ecstatic at the sight of river Wye landscape. അദ്ദേഹത്തിന് ആ ഒരു സന്തോഷം കാണാൻ കിട്ടുന്നില്ല. ലാൻഡ്സ്കേപ്പ്, റിവർ വൈ ലാൻഡ്സ്കേപ്പ് കാണുന്ന സമയത്ത് പണ്ടുണ്ടായിരുന്ന ആദ്യം 5 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ആ ബ്യൂട്ടി അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. He does not neither mourn nor complain of the loss. പക്ഷെ അദ്ദേഹത്തിന് അതിന്റെ വ്യഗ്രത, അതിന്റെ ദുഃഖം അദ്ദേഹത്തിന് കരഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല. He comes to the conclusion that his sensuous ecstasies have been replaced by a philosophical understanding that nature possesses enough power to mitigate the suffering. അങ്ങനെ ഇപ്പോ പണ്ടത്തെ ആ ഒരു കാഴ്ച, പണ്ട് അദ്ദേഹം 5 വർഷങ്ങൾക്ക് മുമ്പ് ആ കുട്ടിയായിരുന്ന സമയത്ത് അദ്ദേഹം ഒരു പ്രകൃതിയെ, വാട്ടർഫോൾസിനെ, അതുപോലെ ആ മൗണ്ടൻ ലാൻഡ്സ്കേപ്പിനെ
മൗണ്ടനെ ഒക്കെ കണ്ട സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ ഒരു കുളിർമ, ആ ഒരു പാഷൻ, ആ ഒരു ഇമോഷൻ അദ്ദേഹത്തിന് ഇപ്പൊ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അതിൽ നിന്ന് അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സിലാകെ സങ്കടമാണ്. പക്ഷെ ആ സങ്കടത്തിൽ നിന്നും അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. എന്താണ് അദ്ദേഹം മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പ്രകൃതിക്ക് മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താണ്? അദ്ദേഹം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ, അദ്ദേഹം ഈ സിറ്റി ലൈഫിൽ ഇദ്ദേഹം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ദൂരീകരിക്കാൻ, അതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ, അതിനെ കുറയ്ക്കാൻ ഈ ഒരു ലാൻഡ്സ്കേപ്പിന് പറ്റുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കിയത്. ഓക്കെ, awareness of the presence of some mysterious divine being in everything. എന്തോ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം, എന്തോ ഒരു ജീവൻ എല്ലാത്തിലുമുണ്ട്. He is moved to higher thoughts by its presence in every inanimate and animate thing. He refers to these as other gifts of nature. ഇതാണ് other gift. പരീക്ഷയിൽ ചോദിക്കും, എന്താണ് other gift of nature എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഇതാണ് ഈ പ്രകൃതിയുടെ, നമ്മുടെ ഈ പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ പ്രകൃതിക്കുണ്ടാവുന്ന ഒരു പ്രത്യേക കഴിവ്. അത് എല്ലാ വസ്തുക്കളിലും ആ പ്രകൃതിക്കുള്ള ആ ഒരു കഴിവുണ്ട്. അതാണ് ഈ അതർ ഗിഫ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്. ഇത് നോക്കിയാൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനോട് കൂടി ഈ ഒരു പോയം ഏകദേശം മുഴുവൻ ടച്ച് ചെയ്യും. What does William Wordsworth mean by thoughtless youth? Thoughtless youth. ഇവിടെ ഇദ്ദേഹം പറയാണ്, he understands that appeal of landscape has changed considerably in the lapse of 5 years. From what it had been during his second visit as a young man. Second visit young man ആയിട്ടാണ് 1798 പക്ഷേ he does not feel ecstatic at the sight of river wide landscape, but he does neither mourn. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. Because he feels now that during his youth he enjoyed nature without the realization that nature does have a benevolent influence on man. അദ്ദേഹം കുട്ടിയായിരുന്ന സമയത്ത് അദ്ദേഹം പ്രകൃതിയെ കണ്ടു, പ്രകൃതിയെ അറിഞ്ഞു. അത് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള എക്സ്റ്റസി നൽകി, സന്തോഷം, അത്യാനന്ദം നൽകി. പക്ഷെ അദ്ദേഹത്തിന് ആ സമയത്ത് അറിയില്ലായിരുന്നു ഇതിനെ ഈവൻ ഒരു ഒരു യുവാവാവുന്ന സമയത്ത് പോലും, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഏത് ഘട്ടത്തിൽ പോലും ഈ പ്രകൃതിക്ക് ഈ മനുഷ്യനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് ആ സമയത്ത് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം the nature has a power to mitigate the suffering human beings face. വലിയതാകുന്ന സമയത്ത് ഒരുപാട് സഫറിങ്സ് ഉണ്ടാവും, അതിനെ കുറയ്ക്കാൻ, അതിന്റെ തീവ്രത കുറയ്ക്കാൻ പ്രകൃതിക്കാവും എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി. What does William Wordsworth mean by the still sad music of humanity? Important ആയിട്ടുള്ള സ്റ്റിൽ സാഡ്, ഒരു നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടിന്റേൺ അബി. സ്റ്റിൽ സാഡ് മ്യൂസിക് ഓഫ് ഹ്യൂമാനിറ്റി നോക്കണം. ഇവിടെ അദ്ദേഹം പറയാണ്, he does not feel ecstatic at the sight of wide landscape, but he does neither mourn. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. Okay, he is now happy to find that his sensuous ecstasies have been replaced by a philosophical understanding. He understands that the suffering and sorrows of mankind find an echo in the solemn order of nature. He is also satisfied to find that nature possesses enough power to purify and soothe the enough power to purify and soothe the excited or suffering human mind. അതാണ് സ്റ്റിൽ സാഡ് മ്യൂസിക് ഓഫ് ഹ്യൂമാനിറ്റി എന്നാണ്. അതായത് പ്രകൃതിക്ക്, ഇതാ ഈ ഏറ്റവും ലാസ്റ്റത്തെ സെന്റൻസ് മാത്രം നോക്കിയാൽ മതി. പ്രകൃതിക്ക് നമ്മുടെ മനുഷ്യന്മാരുടെ എന്താണ് ഏത് പ്രശ്നങ്ങളെയും അതിനെ ദൂരീകരിക്കാൻ, അതിനെ പിന്നെ കുറയ്ക്കാനുള്ള ഒരു സാഡ് മ്യൂസിക് എന്ന് പറയുന്നത് സഫറിങ്സ് ഓഫ് ഹ്യൂമൻ മൈൻഡ് എന്നാണ്. സ്റ്റിൽ സാഡ് മ്യൂസിക് ഓഫ് ഹ്യൂമൻ മൈൻഡ്, ഹ്യൂമൻ
കൈൻഡ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതെന്താണ് സഫറിങ്സ് ഓഫ് ഹ്യൂമൻ മൈൻഡ്. അപ്പൊ ഈ സഫറിങ്സിനെ കുറയ്ക്കാൻ അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യാൻ എന്തുണ്ട്, നേച്ചറിന് കഴിവുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്തത്, വാട്ട് ഡസ് വില്യം വേർഡ്സ്വർത്ത് മീൻ ബൈ nor harsh nor grating though ample power, though of ample power? ഇവിടെ എന്താ ഈ നോർ ഹാർഷ് നോർ ഗ്രേറ്റിംഗ് എന്നൊക്കെ ഉദ്ദേശിച്ചത് നോക്കാം. ഇവിടെ yes, he understands that the suffering and the sorrows of mankind are in harmony with the solemn order of nature. Those are not in cacophonic relationship with nature. നോക്കണം, ഇവിടെ സഫറിംഗ് ആൻഡ് സോറോസ് ഓഫ് മാൻകൈൻഡ് ആർ ഇൻ ഹാർമണി വിത്ത് ദ സോളം ഓർഡർ ഓഫ് നേച്ചർ. അതായത് മനുഷ്യരുടെ പിന്നെ സഫറിങ്സും അതുപോലെ തന്നെ പ്രകൃതിയുടെ ഒരു ഓർഡറും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. അത് അടുത്ത് ഇടപഴകി കേൾക്കാണ്. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നറിയോ? അങ്ങനെ പറയാൻ കാരണം ഈ സഫറിങ്, ഏതൊരു മനുഷ്യനും സഫറിങ് ഉണ്ടാവും. ഈ ലോകത്ത് ജനിക്കപ്പെട്ട ആളുകൾക്കൊക്കെ ഈ സഫറിങ് ഉണ്ടാവും. അപ്പൊ ഈ സഫറിങ് ഉണ്ടെങ്കിൽ നേരെ പോകേണ്ടത് എവിടേക്കാണ്? നേച്ചറിലേക്കാണ്. അപ്പൊ നേച്ചറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പ്രകൃതി തന്നെ നമ്മുടെ ആ സഫറിങ് ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുപോകും. അതുകൊണ്ടാണ് ദോസ് ആർ ഇൻ കാക്കഫോണിക് റിലേഷൻഷിപ്പ് വിത്ത് നേച്ചർ. അടുത്തത്, എ സെൻസ് ഓഫ് സബ്ലൈം. എ സെൻസ് ഓഫ് സബ്ലൈം എന്നതുകൊണ്ട് എന്താണ് വില്യം വേർഡ്സ്വർത്ത് ഉദ്ദേശിച്ചത്? ഓക്കെ, അപ്പൊ അവിടെ നോക്കാം. He is moved to higher thoughts by its presence in every inanimate and animate thing. അതായത് ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഡിവൈൻ ബീയിങ് അവിടെ ഉണ്ട്, പ്രകൃതിയിലുണ്ട്. നമ്മൾ നോക്കണം, അവിടെ നമ്മൾ വെറും ഒരു ഫിലോസോഫിക്കൽ ആയിട്ടുള്ള ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ്. എന്തോ ഒരു സാധനം നമ്മുടെ പ്രകൃതിയിലുണ്ട്. അതെന്താണ്? മിസ്റ്റീരിയസ് ഡിവൈൻ ബീയിങ് ആണ്. ഇൻ എവറിത്തിങ് വാട്ട് വി സീ, നമ്മൾ കാണുന്ന എല്ലാത്തിലും എന്തുണ്ട്? മിസ്റ്റീരിയസ് ഡിവൈൻ ബീയിങ്. ഓക്കെ, അത് ഇനാനിമേറ്റ് തിങ്ങിലും ആനിമേറ്റ് തിങ്ങിലും എല്ലാം ഉണ്ട്. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതായത് എ സെൻസ് ഓഫ് സബ്ലൈം, അതിൽ എന്താണ്? ആ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആ ഒരു ഡിവൈൻ ബീയിങ് എല്ലാ വസ്തുക്കളിലും നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് ഒരു സബ്ലിമിറ്റി, ഒരു സബ്ലിം, ഒരു ശ്രേഷ്ഠ സ്വഭാവം നമുക്ക് നൽകുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കുറയ്ക്കാൻ സാധിക്കുന്നത്. Whose dwelling is preferred to here? What does William Wordsworth refer to as emotion and a spirit? ഒരു hermit's dwelling here എന്നൊക്കെ പറഞ്ഞല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Emotion and a spirit. ഇവിടെ towards the end of his meditation on the bank of river Wye, William Wordsworth comes to the conclusion that his sensuous ecstasies have been replaced by philosophical understanding that nature possesses enough power to mitigate. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ അതുപോലെ he is moved to higher thoughts by its presence in every inanimate and animate thing. അവിടെയാണ് ഹയർ തോട്ട്സ്. ഒരു വില്യം വേർഡ്സ്വർത്തിനെ ഇവിടെ ഒരു ട്രാൻസെൻഡ് ചെയ്യുന്നത്, ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് കൊണ്ടുവരികയാണ് ഈ ഭാഗത്ത് പോയ വില്യം വേർഡ്സ്വർത്ത്. അതായത് he is moved to higher thoughts. എല്ലാത്തിലും ഒരു ഡിവൈൻ ബീയിങ് ഉണ്ട്. അപ്പൊ അത് ദൈവീകത അദ്ദേഹം പ്രകൃതിയിൽ കാണാണ്. എല്ലാ വസ്തുക്കളും, പ്രകൃതിയിൽ കാണുന്ന എല്ലാ വസ്തുക്കളിലും ഒരു ഡിവൈൻ ബീയിങ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് he is moved to higher thoughts by its presence in every inanimate and animate thing. In the light of the setting sun, എവിടെയൊക്കെയാണ് നമുക്ക് ആ ഡിവൈൻ ബീയിങ് കാണാൻ പറ്റുന്നത്? In the light of the setting sun, in the ocean, in the fresh air, in the blue sky, in the human mind, even human mind, അവിടെ ആ ഒരു ഡിവൈൻ ബീയിങ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെയാണ് പാന്തീസം കറക്റ്റ് ആയിട്ട് വരുന്നത്. ഗോഡ് ആൻഡ് നേച്ചർ ആർ വൺ, സെയിം ആണ്. നേച്ചർ ആൻഡ് ഗോഡ് ആർ വൺ, രണ്ടല്ല, ഒന്ന് തന്നെയാണ് എന്നുള്ള ആ ഒരു ഫിലോസഫി ഇവിടെയാണ്. എവറിത്തിങ് in human in nature, every object has a divine being, a divine power to mitigate the suffering of human mind. അല്ലേ? അതാണ് എവിടെയൊക്കെ നമുക്ക് അത് കാണാൻ പറ്റും. സെറ്റിംഗ് സൺ നോക്കിയാൽ മതി, ഓഷ്യനെ നോക്കൂ, ഫ്രഷ് എയർ നോക്കൂ, ഫ്രഷ് എയർ അനുഭവിക്കൂ, ആ ബ്ലൂ സ്കൈ നോക്കൂ, ഹ്യൂമൻ മൈൻഡ് നോക്കൂ. ഇതൊക്കെ എന്താണ് നമുക്ക് പിന്നെ
നമുക്ക് ആ ഡിവൈൻ ബീയിങ് കാണാൻ പറ്റും. He thinks that this divine being is the prime mover of all the animate and inanimate objects in the universe. ഈ divine being ആണ്, അതാണ് പാരന്തീസം, divine being ആണ് എല്ലാ ജീവനുള്ള ജീവനില്ലാത്ത വസ്തുക്കളെയൊക്കെ നിയന്ത്രിക്കുന്നതും എല്ലാത്തിനെയും ചലിപ്പിക്കുന്നതും ചലിപ്പിക്കാതിരിക്കുന്നതും ഒക്കെ ഈ ഡിവൈൻ ബീയിങ് ആണ്. അപ്പൊ അവിടെ ഈ ദൈവത്തിന്റെ സ്ഥാനമാണ് ഈ ഡിവൈൻ ബീയിങ് കൊടുക്കുന്നത്. ഡിവൈൻ ബീയിങ്, he calls this being a motion and a spirit. അതാണ് ഈ ഡിവൈൻ ബീയിങ്ങിനെയാണ് എന്താ പറയുന്നത്, എ മോഷൻ ആൻഡ് എ സ്പിരിറ്റ് എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് therefore I am still of my moral being. What makes William Wordsworth declare therefore I am still a lover of the meadows and woods? അങ്ങനെ വിളിക്കാൻ കാരണം എന്താണ്? ഇവിടെ he realizes that nature possesses enough power to, already he is moved to higher thoughts, its presence in every inanimate and animate thing. In the light of the setting sun, that is why he firmly declared that he still remains a lover of the beautiful of wild landscape and of the world of nature. Okay, അപ്പൊ അതുകൊണ്ടാണ് ഇത് നമുക്ക് പറയാം, ഈ ഒരു ഡിവൈൻ ബീയിങ്ങിന്റെ പ്രസൻസ് നമ്മുടെ എല്ലാ ഒബ്ജക്ട്സിലും, ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാ ഒബ്ജക്ട്സിലും ഡിവൈൻ ബീയിങ്ങിന്റെ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഏതൊക്കെ ഒബ്ജക്റ്റിലാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സെറ്റിംഗ് സൺ, പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം, സെറ്റിംഗ് സണ്ണില്, ഓഷ്യനില്, ഫ്രഷ് എയറില്, ബ്ലൂ സ്കൈയില് ഒക്കെ, ഹ്യൂമൻ മൈൻഡിൽ വരെ നമുക്ക് ഈ ഡിവൈൻ ബീയിങ്ങിന്റെ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റും. അവിടെയാണ് പാന്തീസം വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് എന്താണ്, he still remains a lover of the beautiful of wild landscape and of the world of nature. അപ്പോ ഇത് പണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് അനുഭവിച്ചിരുന്ന ആ സെൻഷ്യസ് ബ്യൂട്ടി, ആ ഒരു എന്താണ് ഇമോഷൻ ആൻഡ് പാഷൻ എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഞാൻ കാണുന്ന ഈ വസ്തുക്കളിലുള്ള, ഈ പ്രകൃതിയിലുള്ള വസ്തുക്കളിലുള്ള, അതായത് സെറ്റിംഗ് സൺ ആയാലും, ഓഷ്യൻ ആയാലും, ഫ്രഷ് എയർ ആയാലും, ബ്ലൂ സ്കൈ ആയാലും, ഹ്യൂമൻ മൈൻഡ് ആയാലും, ഈ കാണുന്ന വസ്തുക്കളിലുള്ള ആ ഒരു ഡിവൈൻ ബീയിങ് ആണ് എന്നെ വീണ്ടും ഇവിടേക്ക് വരാനും ഇവിടെ നിൽക്കാനും ആകർഷിപ്പിക്കുന്നത്. സ്റ്റിൽ റിമൈൻസ്. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഇത്രയ്ക്കും ഇനിയും ഇഷ്ടം. പണ്ടത്തെ ആദ്യം നഷ്ടപ്പെട്ടു, അത് ശരിയാണ്, പക്ഷെ നിന്റെ ആ ഡിവൈൻ ബീയിങ് എന്നെ പോവാൻ അനുവദിക്കുന്നില്ല, എന്നെ നിന്നോട് പ്രണയിതനാക്കുകയാണ്, എന്റെ പ്രണയം നിന്നോട് വർദ്ധിപ്പിക്കുകയാണ്. He remains a lover of the beautiful of wild landscape and of the world of nature. വില്യം വേർഡ്സ്വർത്ത് എന്താണ് ദ മൈറ്റി വേൾഡ് ഓഫ് ഐ ആൻഡ് ഇയർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? ദ മൈറ്റി വേൾഡ് ഓഫ് ഐ ആൻഡ് ഇയർ. ഇവിടെ he is satisfied with the power of his senses, അല്ലേ? അതാണ് ഐ ആൻഡ് ഇയർ, സെൻസസ് ആണ്, 2 സെൻസസ് ആണ് ഇവിടെ ഉപയോഗിച്ചത്. And he is satisfied with the power of senses, which though unable to capture nature fully, can recreate this spiritual pattern of the universe in imagination. പക്ഷെ അദ്ദേഹത്തിന് പണ്ടുള്ള ആ അതേ രൂപത്തിൽ എനിക്ക് ഈ പ്രകൃതിയെ കണ്ട് ആസ്വദിക്കാനും ആ ഒരു പാഷനും ആ ഒരു ഇമോഷനും എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ എൻ്റെ ആ സെൻസസ്, 2 സെൻസസ് ആണ്, ഐസ് ആൻഡ് ഇയർ, ഇതിന് എന്താണ് ഇതിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ക്യാൻ റീക്രിയേറ്റ് ദി സ്പിരിച്വൽ പാറ്റേൺ ഓഫ് ദ യൂണിവേഴ്സ്. ആ യൂണിവേഴ്സിന്റെ ഇമാജിനേഷനിൽ ഈ യൂണിവേഴ്സിന്റെ സ്പിരിച്വൽ പാറ്റേൺ ഇതിന് പിന്നെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെ സ്പിരിച്വൽ പാറ്റേൺ എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യേണ്ട വേർഡാണ്, സ്പിരിച്വൽ. ഇവിടെയാണ് ഇദ്ദേഹം ഒരു സ്പിരിച്വാലിറ്റി കൊണ്ടുവരുന്നത്. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ഇവിടെ ദൈവീകതയാണ് കൊണ്ടുവരുന്നത്. നേച്ചർ ആൻഡ് ഗോഡ് ആർ വൺ എന്നുള്ള അതിലേക്കാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്, ആ ദൈവീകത. ഓക്കെ, അപ്പൊ ആ സ്പിരിച്വൽ പാറ്റേൺ ഈ യൂണിവേഴ്സിൽ റിക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. വില്യം വേർഡ്സ്വർത്ത് എന്താണ് ലാംഗ്വേജ് ഓഫ് ദ സെൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഓക്കെ, അപ്പൊ അവിടെ യെസ്,
In this, the senses become the medium. Languages of the sense എന്ന് പറയാൻ കാരണം ഇവിടെ അദ്ദേഹത്തിന് സ്പിരിച്വൽ പാറ്റേൺ ഓഫ് ദ യൂണിവേഴ്സ് ഇമാജിനേഷനിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ സെൻസസ് ആണ്. സെൻസസിലൂടെ ടു സെൻസസ്, മെയിൻലി ടു സെൻസസ്. ഏതാണ്? കണ്ണും കാതും. അപ്പൊ ഈ കണ്ണിലൂടെയും കാതിലൂടെയുമാണ് അദ്ദേഹത്തിന് ഈ ഒരു വേൾഡിനെ, ഈ യൂണിവേഴ്സിനെ റിക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ സെൻസിനെ അദ്ദേഹം എടുത്തു പറയുന്നത്. Through which the realization of the deeper significance of nature can be understood. അത് വെറും കാഴ്ചയല്ല, വെറും കേൾവിയല്ല, മറിച്ച് കേൾവി എന്ന് പറയുമ്പോൾ ഓക്കെ ഐസ് ആൻഡ് ഇയർ ആണ്. കേൾവി എന്ന് പറയുന്നപ്പോ കാറ്ററാക്ട് സൗണ്ട്, സൗണ്ടിങ് കാറ്ററാക്ട്, വാട്ടർഫോൾ അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റുന്നുണ്ട്. കുരുവികളുടെ ശബ്ദം, ഓക്കെ, മൃഗങ്ങളുടെ കരച്ചില് ഒക്കെ അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റുന്നുണ്ട്. സെറ്റിംഗ് സണ്ണ് അത് കാണാൻ പറ്റുന്നുണ്ട്. ബ്ലൂ സ്കൈ, അതുപോലെ തന്നെ പിന്നെ മൗണ്ടെയിൻസ്, ഈ സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതൊക്കെ അദ്ദേഹത്തിന് ഒരു ഡീപ്പർ സിഗ്നിഫിക്കൻസ് ആണ് നൽകുന്നത്. വെറും ആ കാഴ്ചയോ ആ കേൾവിയോ അല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് ഇതിൽ ക്ലിയർ ആണ്. ഒരു ഡീപ്പർ സിഗ്നിഫിക്കൻസ് ആണ് അദ്ദേഹം നൽകുന്നത്. ഇതിന് എന്താണ്? ദൈവീകമായിട്ടുള്ള ഒരു സംഭവമാണ്. ഈ കാണുന്നതല്ല, മറിച്ച് ദൈവീകമായിട്ടുള്ള ഒരു ശക്തി അവിടെ ഉണ്ട് എന്നുള്ള അദ്ദേഹം വിശ്വസിക്കാം. What does William Wordsworth refer to as anger of my purest thoughts? The guide, the guardian of my heart and soul of my moral being. എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഓക്കെ, anger of my purest thoughts. ഇവിടെ നോക്കാം. He is delighted to find that man can remain in perfect harmony with nature. In this harmony, he finds the support for his lofty ideas, the cherisher and guide and protector of his true feeling. അതാണ് അദ്ദേഹത്തിന്റെ ഈ നേച്ചർ ആൻഡ് എന്താണ് യെസ് മാൻ, they are in perfect harmony. അല്ലേ? ശരിക്കും മനുഷ്യനും പ്രകൃതിയും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. മനുഷ്യന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രകൃതി മാറ്റോളൂ. നിങ്ങൾ പ്രകൃതിയിലേക്ക് പോയി നോക്കൂ, പ്രകൃതിയുടെ കാഴ്ചകൾ കാണൂ, നിങ്ങളുടെ പ്രയാസങ്ങൾ താനേ മറന്നുകൊള്ളൂ എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതില് അദ്ദേഹം പറയാണ്, he finds the support for his lofty ideas, the cherisher and guide and protector of his true feelings. അദ്ദേഹത്തിന്റെ true feelings ന്റെ പ്രൊട്ടക്ടർ ആണ്. And finally it seems to him that his soul has become a part of the harmony, thereby influencing his ethical and moral decisions. അല്ലെ? അദ്ദേഹത്തിന്റെ എന്താണ് എത്തിക്കൽ ആൻഡ് മോറൽ ഡിസിഷൻസ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഓക്കെ, അദ്ദേഹത്തിന്റെ സോൾ ഹാസ് ബിക്കം എ പാർട്ട് ഓഫ് ഹാർമണി. അദ്ദേഹത്തിന്റെ ഈ സോൾ, മനസ്സാണ്. ആ മനസ്സ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് നേച്ചർ. അദ്ദേഹത്തിന്റെ മനസ്സ് തന്നെ ഈ പ്രകൃതിയുടെ ഭാഗമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് ഈസ് ഇൻ പെർഫെക്റ്റ് ഹാർമണി വിത്ത് നേച്ചർ. ഓക്കെ, അതാണ് ചോദ്യം. എന്താണ് ഇവിടെതാണ്? What does William Wordsworth refer to as anger of my purest thoughts? Anger of my purest thoughts എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയെന്നറിയോ? പ്രകൃതിയെയാണ്, നേച്ചറിനെയാണ്. അദ്ദേഹത്തിന്റെ നല്ല നല്ല ചിന്തകൾ അദ്ദേഹത്തിന് സമ്മാനിക്കുന്നത് പ്രകൃതിയാണ്. The guide and the guardian of my heart എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെയാണ്, ഒക്കെ പ്രകൃതിയാണ്. The soul of my moral being, ഇതൊക്കെ പ്രകൃതിയാണ്. ഓക്കെ, അടുത്തത്, if I were not the thoughts of thy wild eyes, dear sister. ആ ഡിയർ സിസ്റ്റർ ആരായിരിക്കും? ആ ഡിയർ സിസ്റ്റർ ആരായിരിക്കും? ഡൊറോത്തിയാണ്. What does William Wordsworth mean by genial spirits of to decay? Whom does William Wordsworth address as her my dearest friend? How can he catch the language of my former heart? നോക്കണം. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നുണ്ടാവോ? അന്ന് 5 വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന് എന്ത് അനുഭവമാണോ ഈ പ്രകൃതിയെ കണ്ട സമയത്ത് അദ്ദേഹത്തിന് എന്ത് ഫീലിംഗ് ആണോ, പാഷൻ ആണോ ഉണ്ടായിരുന്നത്, അതേ പാഷനും അതേ ഫീലിംഗും ഉള്ള ഒരാള് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. അതാരാണ്? നമ്മുടെ ഡൊറോത്തിയാണ്.
He can see that. In the final section of the poem, William Wordsworth turned to his sister and addresses her as my dearest friend, Sister Anna, Dorothy. Okay. He declares that if he had not realized that man can remain blissfully by remaining in harmonious relationship with nature, if he had not found in nature the support for his lofty ideas, the cherisher and guide and protector of his true feelings and a part of his soul, he would not have been able to enjoy natural sights and sounds cheerfully. If he had not realized that man can remain blissfully by remaining in harmonious relationship with nature, മനുഷ്യനെ ഒരു കാലത്ത് ഇങ്ങനെ പ്രകൃതിയെ നോക്കി മറന്നു പോവുകയാണെങ്കിൽ മറന്നു പോവുകയാണ്. അല്ലാതെ ഈ മെച്ചുവേർഡ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷവും ഈ മനുഷ്യന് പ്രകൃതി ഈ മനുഷ്യനെ സാന്ത്വനിപ്പിക്കുന്നില്ലെങ്കിൽ, if he had not found in nature the support of his lofty ideas, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ lofty ഐഡിയാസിന് പ്രകൃതി ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് കാണാൻ സാധിച്ചിരുന്നില്ലെങ്കിൽ, the cherisher and guide and protector of true feeling, ഈ ഇദ്ദേഹത്തിന്റെ ഈ ലോഫ്റ്റി ഐഡിയാസ് അതുപോലെ തന്നെ ഈ പ്രകൃതിയാണ് ഇദ്ദേഹത്തിന്റെ ചെറിഷർ, ഇദ്ദേഹത്തിന്റെ ഗൈഡ്, ഇദ്ദേഹത്തിന്റെ പ്രൊട്ടക്ടർ ഓഫ് ഹിസ് ട്രൂ ഫീലിംഗ്, എല്ലാം പ്രകൃതിയാണ്. and a part of his soul, അതേ ഈ പ്രകൃതി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഭാഗമാണ്. He would not have been able to enjoy natural sights and sounds cheerfully. അങ്ങനെ അത് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഭാഗമാണ് പ്രകൃതി എന്നുള്ള കാര്യം തിരിച്ചറിയാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ he would not have been able to enjoy natural sights and sounds cheerfully. ഇത്രയും സന്തോഷത്തോടു കൂടി ഇത്രയും ഒരു ആനന്ദം എനിക്ക് കിട്ടില്ലായിരുന്നു ഈ പ്രകൃതിയെ കാണുന്ന സമയത്ത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന് 5 വർഷങ്ങൾക്ക് മുമ്പ് 1793 അദ്ദേഹത്തിന് പ്രകൃതി ഒരു വിധത്തിൽ അദ്ദേഹത്തെ സഹായിച്ചിരുന്നെങ്കിൽ, ഇന്ന് 1798 മറ്റൊരു വിധത്തിൽ അദ്ദേഹത്തെ പ്രകൃതി സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ഡിവൈൻ ബീയിങ്, അത് അദ്ദേഹത്തിന് നൽകുന്ന ആ ഒരു ആനന്ദം. To mitigate the sufferings of him. In that case, he would have to face melancholia. അങ്ങനെ ആ പ്രകൃതി അദ്ദേഹത്തിന് ഈ ഒരു സമയത്ത് 1798 അദ്ദേഹത്തിന്റെ സെക്കൻഡ് വിസിറ്റിന്റെ സമയത്ത് ആ പ്രകൃതി അദ്ദേഹത്തിന്റെ മനസ്സിനെ എത്ര അധികം സ്വാധീനിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു മെലങ്കോളിക് ആയിട്ട്, വിഷാദ മനുഷ്യനായിട്ട് മാറിയേനെ എന്നാണ്. This prayer I make is full of blessings. Okay. Therefore, let the moon for all thy sweet memories about whom is all this said and why. Okay. Wilt thou then forget we stood together? The two of Santaban. This prayer I make is full of blessings. Okay. What William Wordsworth mean by holier love? Why does William Wordsworth refer to the why as sylvan? Okay. Okay. അടുത്ത ഇതിന്റെ ആൻസർ കൊടുത്തില്ല അല്ലേ? സിൽവൻ എന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഹോളിയർ ലവ് എന്ന് പറയാൻ കാരണം എന്താ? സിൽവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് ഇറ്റ് ഈസ് പാസ്റ്റ് അല്ലേ? സിൽവൻ ഹിസ്റ്റോറിയൻ കേട്ടില്ലേ നിങ്ങള്? അപ്പോ വില്യം വേർഡ്സ്വർത്ത് റെഫർ ടു ദ വൈ ആസ് എ പാസ്റ്റ്. സിൽവൻ കാരണം ഇറ്റ് ഈസ് ദ വൈ റിവർ ഹാസ് ബീൻ ഫ്ലോയിങ് ത്രൂ ദാറ്റ് ഏരിയ ഫോർ എ ലോങ് ടൈം അഗോ, അല്ലേ? ഫ്രം എ ലോങ് ടൈം അഗോ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിന്റെ ആ ഒരു ഇതുണ്ട്. പക്ഷെ ആ റിവർ വൈ മാറുന്നില്ല. But that man who visits that place has been changed. പിന്നെ അതുപോലെ holier love എന്ന് പറയാൻ കാരണം he finds the spirit of that nature godly, അല്ലെങ്കിൽ he considers the spirit of that nature as God. ദൈവികമായിട്ടാണ് അദ്ദേഹം
ആ ഒരു നേച്ചറിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഹോളിയർ ലവ് എന്നത് പറയുന്നത് ഉദ്ദേശിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ജസ്റ്റ് ഏകദേശം ഒരുപാട് പിന്നെ ആ പോയത്തിന്റെ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ അതുകൊണ്ടാണ് കരുതി കൂട്ടി ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇട്ടത്. ഓക്കെ, കുറച്ച് ടഫ് ഉണ്ടാവും, പക്ഷെ ആ ടഫ് ഉണ്ടായാലും നമുക്ക് ആ പോയം മൊത്തം മനസ്സിലാവും. ഡൗൺലോഡ് ചെയ്യും. എത്രാമത്തെ ക്വസ്റ്റ്യനാ? ഹലോ, 108. 108 അല്ലേ? ഓക്കെ, യെസ്. ക്വസ്റ്റ്യൻ ഉണ്ടോ? കാണുന്നുണ്ടോ? ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? Yes, sir. Yes. What does the word unpremeditated mean in line 5? എന്താ ഈ unpremeditated എന്ന് പറഞ്ഞാല്? Not planned. In advance, അല്ലേ? Not planned out in advance. മുൻകൂട്ടി തീരുമാനിക്കാൻ, അതാണ് unpremeditated. Okay, അടുത്തത്. What is the
closest synonym for unbeholden. Unbeholden. ഏതാ? Unbeholden എന്ന് പറഞ്ഞാൽ Unseen. Unseen. behold എന്ന് പറഞ്ഞാൽ കാണുക കേട്ടോ. So unbeholden എന്ന് പറഞ്ഞാൽ unseen. Fill in the missing word in this line from the poem. Chorus dash. Chorus. Hymeneal. Chorus. Hymeneal. What season does the word vernal refer to? Vernal. Spring season. Spring. Spring season. Spring. What does those heavy winged thieves refer to? Winds. Phoebe Shelley belonged to the dash. ഏതാ? Later generation of romantic poets. Later generation of romantic poets, and romantic poets are later generation of romantic. Phoebe Shelley. Total span of Shelley's life was about 30 years. 30 years. ഏകദേശം 30 വയസ്സാകുന്ന സമയത്ത് അദ്ദേഹം ഒരു ബോട്ട് അപകടത്തിൽ അല്ലേ മരിക്കുന്നത്. അതുപോലെ നമ്മുടെ മലയാള കവി ഉണ്ടല്ലോ ബോട്ട് അപകടത്തിൽ മരിച്ച കുമാരനാശൻ, റെഡീമർ ബോട്ട് അപകടത്തിൽ. Shelley was expelled from Oxford University for the publication of The necessity of atheism. On the necessity of atheism. Who called Shelley an ineffectual angel beating in the void his luminous wings in vain? Matthew Arnold. Matthew Arnold is the father of modern criticism. An ineffectual angel beating in the void in his luminous wings in vain. Pastoral Adonis is a pastoral elegy written on the death of Keats. പരീക്ഷ ചോദിക്കാറുണ്ട് കീറ്റ്സിന്റെ മരണത്തിൽ അഡോണിസ് കീറ്റ്സ്. Shelley's defense of poetry is a rejoinder to Sydney's apologies. അല്ലല്ലോ. Love Peacocks. Love Peacocks, the 4 ages of poetry. Love Peacocks, the 4 ages of poetry ആണ്. Shelley's defense of poetry is a rejoinder to Love Peacocks, the 4 ages of poetry. അത് ഷെല്ലിന്റെ പോയാണ്. അല്ല, ഈ ലവ് പീകോക്സ് എന്ന് പറയുന്നത് അല്ല. ലവ് പീകോക്ക് എന്ന് പറയുന്ന ഒരു പോയറ്റ് അല്ലേ ലവ് പീകോക്ക്. അദ്ദേഹത്തിന്റെ വർക്കാണ് ദ 4 ages of poetry. അപ്പൊ അതിന്റെ ഒരു റീജോയിന്റർ ആയിട്ടാണ് ഷെല്ലിയുടെ ഡിഫൻസ് ഓഫ് പോയട്രി അറിയപ്പെടുന്നത്. ഇതിന്റെ തുടർച്ച എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം ഡിഫൻസ് ഓഫ് പോയട്രി എഴുതുന്നത്. ഓക്കെ. Shelley's death was caused by drowning. ഞാൻ പറഞ്ഞു മുങ്ങി മരിച്ച ആളാണ്. Nothing of him that doth fade, but doth suffer a sea change into something rich and strange. Nothing of him that doth fade, but doth suffer a sea change into something rich and strange. From Ariel's song in the Tempest. Ariel's song in the Tempest. Nothing of him that doth fade, but doth suffer a sea change into something rich and strange. Life like a dome of many colored glass stains the white radiance of eternity until death tramples it. Hellas. That's important. We look before and after and pine for what is not. That's important. We look before and after and pine for what is not. Our sweetest songs are those that tell of saddest thoughts.
To a Skylark. To a Skylark. This is very important. We look before and after and for what is not. Our sweetest songs are those that tell of saddest thought. Referring to Adonai, Shelley said, I have dipped my pen in consuming fire for his destroyer. Who are these destroyers? I have dipped my pen in consuming fire for his destroyer. Are a destroyer? The editors of both Quarterly Review and Blackwood's magazine. Editors of Blackwood's magazine. Editors of Quarterly Review. Then answer കൊടുത്തില്ലല്ലോ. നോക്കാട്ടോ നോക്കിയിട്ട് പറയാം. ഇതില് നിങ്ങൾക്ക് അറിയില്ലല്ലോ. അടുത്തത്. To whom is Shelley's The Revolt of Islam dedicated? ആർക്കാണ്? Jane Claremont. Jane Claremont. ചോദിച്ചേക്കാം അത്രേ ഉള്ളൂ. ജെയിൻ ക്ലെയർമോണ്ട് റിവോൾട്ട് ഓഫ് ഇസ്ലാം എഴുതിയത് ഷെല്ലിയാണ്. ഇതാ ചോദിക്കരുത്. ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്തൊന്നും ചോദിക്കാറില്ല, അത് നെറ്റിനൊക്കെ ചോദിക്കാറുണ്ട്. ജെയിൻ ക്ലെയർമോണ്ട്. To whom is Shelley's The Sensi dedicated? സെഞ്ചി എന്നാ പറയല്ലേ? സെൻസി അല്ല, സെഞ്ചിയാണ്. ആർക്കാ? ലേഹണ്ടിനാണ് കേട്ടോ. ലേഹണ്ടിനെ നിങ്ങൾ അറിയോ? ലേഹണ്ട്. Okay. What kind of play is the Senji? ഏതാ? സെഞ്ചി അറിയില്ല? ബീട്രിസ് എന്നുള്ള കഥാപാത്രത്തിലല്ലേ ബിയാട്രിസ് സെഞ്ചിയില്? ഹലോ, ഡ്രാമയല്ലേ? ഒരു അല്ല, എന്ത് തരത്തിലുള്ളതാണ്? ട്രാജഡിയാണ് ആൻസർ കൊടുത്തത്. ട്രാജഡിയാണ് സെഞ്ചി. അത് അവള് പ്രതികാരം ചെയ്യുന്നല്ലേ സെഞ്ചിയിലുള്ളത്? ആ ബിയാട്രിസ് അല്ലേ? അവിടെ പിന്നെ അതിന് പ്രതികാരം ചെയ്യുന്നു, പക്ഷെ അവള് അവസാനം എക്സിക്യൂട്ട് ചെയ്യപ്പെടണം. കഴിഞ്ഞ കോളേജിൽ ഉണ്ടായിരുന്നു. How many acts are there in Shelley's play Prometheus Unbound? 4 acts. അതൊന്നും ചോദിക്കൂല, നമ്മളെ പരീക്ഷയിൽ ചോദിക്കൂല, നമ്മളത് നെറ്റിനൊക്കെ ചോദിക്കൂ. Prometheus Unboundല് 4 acts ആണുള്ളത്. How many cantos are there in Shelley's The Revolt of Islam? അതൊന്നും ചോദിക്കൂല. 12. How many acts are there in Shelley's play The Cenci? ചെഞ്ചിയില് എത്രയാണ്? 5 acts ആണ്. 5 acts. How many acts are there in Shelley's play Oedipus Tyrannus? അതൊന്നും ചോദിക്കൂല കേട്ടോ. Oedipus Tyrannus 2 acts. 2 acts. How many parts are there in Shelley's The Sensitive Plant? എത്ര പാർട്സ് ആണുള്ളത്? 3 parts. Which work of Shelley has the subtitle The Spirit of Solitude? The Spirit of Solitude. Alastor. പരീക്ഷ ചോദിച്ചേക്കാം കേട്ടോ. അലാസ്റ്ററിന്റെ മറ്റൊരു സബ്ടൈറ്റിൽ ആണ് The Spirit of Solitude. From which source did Shelley get the idea of writing the Prometheus Unbound? ഒന്നും നമുക്ക് ചോദിക്കൂല. ഈസ്കിലസ് എന്നാണ് പ്രോമിത്യസ് അൺബൗണ്ട് എഴുതാനുള്ള ഒരു പ്രേരണ കിട്ടി. Where is the scene of Oedipus Tyrannus by Shelley laid? തീം എവിടെയാണ്? Thebes. Where is the scene? തീം അല്ല, സീന് തീബ്സിലാണ്. അതുപോലെ ആന്റിഗണി എന്ന് പറയുന്നത് ജാൻ അനലിന്റെ ഒരു ഡ്രാമ ഉണ്ട്, അതും തീബ്സിലാണ്. I change but I cannot die. അതാ I change but I cannot die. ഏത് വർക്ക് എന്നാണ്? The Cloud എന്ന് പറഞ്ഞ വർക്ക്. ഇമ്പോർട്ടന്റ് അല്ല. Shelley's Ariel to Miranda was inspired by Shakespeare's Ariel to Miranda. അത് ഏതായിരിക്കും? ടെമ്പസ്റ്റ്. ഏരിയൽ ഒക്കെ ഉള്ളത് ടെമ്പസ്റ്റിലാണല്ലോ അല്ലെ? അടുത്തത് If Winter Comes Can. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് പോയത്തിലാണ് അറിയോ? If winter comes, can spring be far behind? West wind. Out to the west wind. What is Shelley's O world, O life, O time? എന്താണത്? ഒരു ലിറിക് ആണ്. Shelley's Mask of Anarchy is a satire. Satire ആണ് Mask of Anarchy. Which of the following is Shelley's autobiographical poem? ഏതാ? ഇത് ഇമ്പോർട്ടന്റ് ചോദ്യം. എന്താണ്
ഓട്ടോബയോഗ്രഫിക്കൽ പോയം ഏതാണ്? ഷെല്ലിൻ്റെത് അലാസ്റ്റർ. അലാസ്റ്റർ, അതെ, ഓട്ടോബയോഗ്രഫിക്കൽ പോയമാണ് അലാസ്റ്റർ. I fall upon the thorns. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഇതാണ്. I fall upon the thorns of life, I bleed, a heavy weight of hours has chained and bowed. ഇതേതുള്ള? What to the west wind? What to the west wind? I fall upon the thorns of life. ഇതൊക്കെ off to quarter ആണ്. I bleed, a heavy weight of hours has chained and bowed. Smiling they like and call life pleasure. To me that cup has been dealt in another measure. There are stanzas written in ejection near Naples. There. That's important. Who termed Shelley? Who termed Shelley as melopic? As melopoic. Melopic എന്ന് ഇദ്ദേഹത്തെ വിളിച്ചത് ആരാണ്? എന്താണെന്നറിയോ മെലോപോയിക് എന്ന് പറഞ്ഞാല്? മെലോപിക് അത് എന്തോ കറുപ്പ് ഉപയോഗിക്കുന്നതായിരുന്നു. ഓപ്പിയത്തിൻ്റെതാ സാറ്? നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് അറിയില്ല. മെലോപോയിക്. മെലോപിക് എന്ന് വിളിച്ചത് ആരാന്നാ ചോദിച്ചത്. അതാണ് one who loves music ആണ് melopoic. Okay, one who loves music. അപ്പൊ അങ്ങനെ വിളിച്ചത് ആരാന്ന് ചോദിച്ചത്? ആരാണ്? ഏർണോൾഡ് ആണോ? ജോർജ് ബെർണാഡ് ഷോ ആണോ? എലിയറ്റ് ആണോ? ആരാ? അർണോൾഡ്, മാത്യു അർണോൾഡ് ആണ്. അപ്പൊ അർണോൾഡ് ആണ് ഷെല്ലിയെ ഒരുപാട് പേരുകളൊക്കെ വിളിച്ചത്. Where did Shelley settle and wrote his best poetry? പിസ. ഇതൊന്ന് ഇറ്റലിയിലാണോ സംശയമുണ്ട്. പിസ. Okay. Yes. Which of these was written by Shelley? Defense of Poetry Shelley ആണ് കേട്ടോ. 4 Ages of Poetry. Defense of Poetry ആരാ? ഷെല്ലി അല്ലല്ലോ, ആണോ? യെസ്, കറക്റ്റ് ആണ്. ഡിഫൻസ് ഓഫ് പോയട്രി ഷെല്ലി ആണ്. 4 Ages of Poetry ആരാ എഴുതി അറിയോ? ലവ് പീകോക്ക് അല്ലേ? പോയട്രി ആൻഡ് അനാർക്കി. ഓക്കെ, അറിയില്ല, നോക്കേണ്ടി വരും കേട്ടോ. പോയട്രി ആൻഡ് അനാർക്കി. Which of these poem was written in blank verse? Blank verse എഴുതിയത് ആരാ? ഏതാ? ഹെലാസ് ആണ് ബ്ലാങ്ക് വേഴ്സിലേക്ക്. Who has called Shelley as a perfect singing god? മറ്റേത് മെലോപോയിക് എന്ന് വിളിച്ചത് അർണോൾഡ് ആണ്. പെർഫെക്റ്റ് സിംഗിങ് ഗോഡ് എന്ന് വിളിച്ചതോ AC Swinburne ആണ്. AC Swinburne. Who wrote the poem The Triumph of Life? The Triumph of Life എഴുതിയത് ഷെല്ലിയാണ്. The Triumph of Life എഴുതിയത് ഷെല്ലിയാണ്. Shelley's Adonis is a pastoral elegy അല്ലേ? പാസ്റ്ററൽ എലിജിയാണ് ഷെല്ലിയുടെ അഡോണിസ്. Where was P.B. Shelley born? ജനിച്ചത് എവിടെയാണെന്ന് ചോദിച്ചത്. ഫീൽഡ് പ്ലേസ്. Which poem did P.B. Shelley write when he heard about
Peterloo massacre, the mask of anarchy. അതിനെ ഈ മാസ്ക് ഓഫ് അനർക്കി എഴുതിയത് പീറ്റർലൂ മസാക്കറിനെ കുറിച്ച് കേട്ട സമയത്താണ്. Shelley wrote Ozymandias in competition with his friend. ആരുമായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ടാണ് Ozymandias എഴുതിയത്? Horace Smith. Okay. Who wrote Mutability? ആരാ Mutability എഴുതിയത്? Shelley ആണ് Mutability എഴുതിയത്. Who wrote Hymn to Intellectual Beauty? Shelley. Okay, Hymn to Intellectual Beauty. What two powers are juxtaposed in Mont Blanc? Nature and mind. Nature and mind are two powers juxtaposed in Mont Blanc. Who is Ozymandias? King Ramesses II. ആണ് അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. Ozymandias നമ്മളെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യത കുറവാണ്, കാരണം ഈ സിലബസ് ഉള്ള തന്നെ പറയുന്നുണ്ട്. Who wrote to the Skylark? To a Skylark അല്ലെങ്കിൽ to the Skylark എഴുതിയത് ഷെല്ലി അല്ലേ? Where does this intellectual beauty come from? The soul. Prometheus Unbound is a lyrical ballad ആണ് Prometheus Unbound. Shelley composed Adonis. Hello, sir. Prometheus Unbound lyrical drama അല്ലേ? ഡ്രാമ ആണല്ലോ അല്ലേ? അപ്പം ലിറിക്കൽ ഡ്രാമ ആണോ? ജസ്റ്റ് നോക്കട്ടെ. Prometheus Unbound. പ്ലേ ആണ് കേട്ടോ. Prometheus Unbound is a closet drama. ഓക്കെ, അപ്പൊ ഇത് തെറ്റാണ് ആൻസർ. ലിറിക്കൽ ബാലഡ് അല്ല, ലിറിക്കൽ ഡ്രാമ ആണ്. Shelley composed Adonis after 3 months after the death of Keats. അത് കീറ്റ്സിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണല്ലോ ഷെല്ലി അഡോണിസ് എഴുതുന്നത്. After 3 months after the death of Keats. The name of Shelley's historical tragedy is Charles I. The name of Shelley's historical tragedy ആണ് Charles I. Charles I നിങ്ങൾ അറിയോ? റെസ്റ്റോറേഷൻ പീരീഡിൽ ചാൾസ് സെക്കൻഡ് അല്ലേ വരുന്നത്? ഈ ചാൾസ് ഫസ്റ്റ് അല്ലേ ബിഹെഡ് ചെയ്യപ്പെട്ട രാജാവ്? റെസ്റ്റോറേഷൻ പീരീഡ് ഏതാ വർഷം? 1660 അല്ലേ? അവിടെ ചാൾസ് സെക്കൻഡിനെ അല്ലേ പിന്നീട് അവിടെ രാജാവാക്കുന്നത്. അപ്പൊ ആദ്യം ചാൾസ് ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ക്രൂരനായിട്ടുള്ള രാജാവായതുകൊണ്ട് ജനങ്ങൾ തന്നെ പൊതു സ്ഥലത്ത് വെച്ചിട്ട് വെട്ടിക്കൊന്നതാണ്, തലവെട്ടി. ഓക്കെ, അപ്പൊ അതിനുശേഷമാണ് ചാൾസ് സെക്കൻഡ് വരുന്നത്. അപ്പൊ ഈ ചാൾസ് ഫസ്റ്റിന്റെ കഥയാണ് ട്രാജഡിയാണ് ഇദ്ദേഹം എഴുതിയത് കേട്ടോ. Shelley was a student of what school in which he was expelled? എവിടെ നിന്നാണ് ഇദ്ദേഹത്തെ ഒഴിവാക്കിയത്? ഓക്സ്ഫോർഡ് നിന്ന് അദ്ദേഹത്തിനെ ഒഴിവാക്കിയത്. അത് ഈ ഏതാ വർക്ക് എന്നറിയോ? Necessity of Atheism. Necessity of Atheism. Shelley's wife is best known for which work? Frankenstein. What is the length of a Skylark? 1989. 22 centimeter. 22 സെന്റിമീറ്റർ ആണോ? ഒരു ഒറിജിനൽ സ്കൈലാർക്കിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 22 സെന്റിമീറ്റർ ആണ് കേട്ടോ. How long can a skylark roughly live? എത്ര വർഷം ജീവിക്കാം? 9 വർഷം. അതുപോലെ what does the speaker appear to envy over the skylark? എന്തിനാണ് ഈ സ്കൈലാർക്കിനോട് അസൂയ? ബേർഡ്സിന്റെ സോങ് അല്ലേ? Easy life of a bird. എന്താണ്? The freedom of the bird ആണ് കേട്ടോ. Freedom.
The freedom of the bird. During the poem, Shelley begins using what literary device for 5 straight stanzas? അതിനൊരു പേര് കൊടുക്കുന്നുണ്ട്. അതിന്റെ പേരെന്താണ്? Metaphor. Metaphor ആണ്. Using what literary device for 5 straight stanzas? അപ്പോൾ ഒരു പേരല്ല, ഒരു ലിറ്റററി ഡിവൈസ് അദ്ദേഹം 5 സ്റ്റാൻസാസിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് മെറ്റഫർ ആണ്. What is the speaker's request to the Skylark in the last stanza? Last stanza എന്താണ്? To continue its song for a very long time. Yes, to continue his song for a very long time. How does the speaker compare the Skylark to a high-born maiden? The maiden gives her heart. The maiden gives her heart as Skylark sings with her with their heart. Besides a Skylark, what is another greatly famous poem from the 19th century? ഇതേപോലെ ഒരു ബേർഡിനെ വെച്ചിട്ടുള്ളത് To a Nightingale. Or to a Nightingale by John Keats. Shelley wrote with what artistic drive? എന്താണ്? Impulse. Love. In his poem to a night, Skylark, Shelley viewed the Skylark as the dash. Singer. Okay, a good singer. A good singer. In his poem to a Skylark, Shelley compared the Skylark to dash. A glowworm, a princess in a tower, a poet. All of these are answered. A glowworm, a princess in a tower, a poet. These short questions are നോക്കാം. Yes, short questions. Short question or long question? Yes. What is the theme or central idea of the poem to a Skylark? കാണുന്നുണ്ടോ? ഇതില് ഈ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മെയിൻ ഐഡിയ, അതായത് അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ നമുക്ക് കിട്ടും ഈ ഡിസ്കഷനിലൂടെ കേട്ടോ. കാണുന്നുണ്ടോ? അത് ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? യെസ്. അപ്പൊ മെയിൻ തീം അല്ലെങ്കിൽ സെൻട്രൽ ഐഡിയ ആണ് ചോദിച്ചത്. P.P. Shelley's celebrated poem to a Skylark is about a skylark, a minuscule bird that is famous for its song. Skylark വളരെ famous ആണ്, അതിന്റെ song ആണ് അതിൽ പ്രധാനപ്പെട്ടത്. അദ്ദേഹത്തിന്റെ poem Shelley idealizes the bird and presents it as a unique creature. It's a unique creature. Shelleyക്ക് Skylark is an immortal being symbolizing illimitable beauty. ഷെല്ലിന്റെ അടുത്ത് സ്കൈലാർക്ക് എത്തിയപ്പം മറ്റൊന്നായിട്ട് ഇമ്മോർട്ടൽ ബീയിങ് ആയിട്ടുണ്ട്. ഇല്ലിമിറ്റബിൾ ബ്യൂട്ടി, ഭയങ്കര ബ്യൂട്ടി ഉള്ള. ഇറ്റ്സ് മ്യൂസിക് ഇസ് പെർഫെക്റ്റ് എംബോഡിമെന്റ് ഓഫ് ബ്യൂട്ടി ആൻഡ് ജോയ് ആൻഡ് ഹെൻസ് ആൻ എൻഡ്ലെസ് സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ഫോർ ദ പോയറ്റ്. മ്യൂസിക്, ഇതിന്റെ സിംഗറാണ് സ്കൈലാർക്ക്, ബ്യൂട്ടിഫുൾ ആണ്, ഓക്കെ, ഇമ്മോർട്ടൽ ആണ്. അതിന്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് എംബോഡിമെന്റ് ഓഫ് ബ്യൂട്ടിയാണ്, ബ്യൂട്ടി ആൻഡ് ജോയ്. It is Shelley's natural metaphor for pure poetic expression, the harmonious madness of pure inspiration. Thematically, the poem is about the power of nature to transform men's lives. ഇതും നേരത്തെ നമ്മൾ ടിൻറ്റേൺ അബേ പറഞ്ഞ പോലെ
പവർ ഓഫ് നേച്ചർ തീമാണ് പറഞ്ഞത്, മെയിൻ പോയിന്റ് ആണ്. ദ പവർ ഓഫ് നേച്ചർ ടു ട്രാൻസ്ഫോം മെൻസ് ലൈഫ്, സ്പെഷ്യലി ത്രൂ ദ മീഡിയം ഓഫ് പോയട്രി. പോയട്രിയിലൂടെ എങ്ങനെയാണ് പ്രകൃതി നമ്മുടെ പിന്നെ മനുഷ്യന്റെ ജീവിതം മാറ്റിമറിക്കുന്നത്, അതാണ് മെയിൻ. ദ പവർ ഓഫ് നേച്ചർ ടു ട്രാൻസ്ഫോം മെൻസ് ലൈഫ്സ്, especially through the medium of poetry. In the broad daylight, the skylark, as it soars higher and higher, remains unseen. Skylark പകൽ സമയത്ത് മുകളിലേക്ക് പൊങ്ങി പൊങ്ങി പോകുന്നു, എന്നിട്ട് കാണാതാവുന്നു. Yet its song can still be heard, a song unbodied joy. അതായത് നമ്മൾ ആളെ കാണുന്നില്ല, അതായത് സ്കൈലാർക്കിനെ കാണുന്നില്ല, പക്ഷെ അതിന്റെ സോങ് കേൾക്കാൻ പറ്റും. അതുകൊണ്ടാണ് അൺബോഡീഡ് ജോയ് എന്ന് പറയുന്നത്. Shrill delight, its song is a flood of rapture so divine. ഇതും അദ്ദേഹത്തിന്റെ ടി ബി ഷെല്ലിയും അതിന്റെ സോങ്ങിന് ഒരു ഡിവൈൻ ക്വാളിറ്റിയാണ്. റാപ്ചർ സോ ഡിവൈൻ, ദൈവികമായിട്ടുള്ളൊരു സംഗീതമാണ് നമ്മുടെ ഈ സ്കൈലാർക്കിൽ നിന്ന് വരുന്നത്. That the poet cannot fully capture its essence. പക്ഷെ അതിന്റെ എന്താണ് പാടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല, പക്ഷെ ദൈവികമാണ്. The joy expressed by the skylark is beyond that which can be grasped by man. മനുഷ്യനെ ഗ്രഹിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നതിന് അപ്പുറമായിട്ടുള്ള സംഭവമാണ് ഈ സ്കൈലാർക്ക് പാടിക്കൊണ്ടിരിക്കുന്നത്. And the author speaks directly to the skylark in the latter stanzas, asking it to reveal to him the secret of its ethereal bliss, so that he might be able to share it with others through his word. അപ്പോൾ സ്കൈലാർക്കിനോട് റിക്വസ്റ്റ് ചെയ്യാണ്, നീ എന്താണെന്ന് പാടുന്നത് എന്ന് പ്ലീസ് എന്നോടൊന്ന് പറയൂ, അതുകൊണ്ട് നീ അത് പറഞ്ഞു തന്നാൽ എനിക്ക് മറ്റുള്ള ആളുകളോടും എനിക്ക് പറയാം, അപ്പൊ അതുകൊണ്ട് അവരുടെ ജീവിതവും മാറ്റിമറിക്കാനാവും എന്ന് പറയാം. ഫിഗർ ഓഫ് സ്പീച്ചിനെ പറ്റിയാണ് അടുത്ത ചോദ്യം. അല്ലെങ്കിൽ poetic devices are used in Skylark. Shelley uses a number of poetic devices with a view to bringing his idea home. The poem opens with a trope figure of speech called apostrophe. നമുക്കറിയാം apostrophe എന്താണ്, നമുക്കറിയില്ലേ എന്താണ്? അഡ്രസ്സിംഗ് ആണ്. അപ്പോസ്ട്രോഫിയോടുകൂടി തോന്നുന്നു, in which an object or a non-human entity, in this case the skylark, is spoken to us though it were a living human. അല്ലെ, ഒരു മനുഷ്യനാണ് എന്നുള്ള രൂപത്തിലാണ് ഈ സ്കൈലാർക്കിനോട് പോയറ്റ് അഡ്രസ് ചെയ്തത്. ഓക്കെ, hail to thee blithe spirit, ഇതാണ് അപ്പോസ്ട്രോഫിയാണ്. hail to thee blithe spirit. അടുത്ത personification occurs when the poet addresses the bird as if it were a human being. അതായത് ആസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ബേർഡിനെയും ഹ്യൂമൻ ബീയിങ്ങിനെയും കമ്പയർ ചെയ്യും. അപ്പോൾ അവിടെ personification follows in the fourth line of the poem stanza. അടുത്ത a synecdoche in thy full heart. അവിടെ synecdoche ആയിട്ട് പറയാൻ പറ്റുക. synecdoche, what is synecdoche പറയാൻ പറ്റുക? synecdoche is part representing the whole, അല്ലെങ്കിൽ whole representing the part. അതിനെയാണ് synecdoche എന്ന് പറയുന്നത്. അപ്പോൾ thy full heart എന്ന് പറഞ്ഞാൽ എന്താ? full heart, thy full body എന്നുള്ളതിന് പകരമാണ് thy full heart എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്? synecdoche, part representing the whole. part, heart എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ part of the body ആണ്, പക്ഷേ he represented the heart as a whole body. Wherein as physical object, heart is used to represent the whole, the skylark. Okay, അടുത്തത് metonymy ആണ്. What is metonymy പറയാൻ പറ്റുമോ? metonymy അറിയില്ലേ? metonymy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൗൺ എന്ന് പറഞ്ഞാൽ കിങ്ങിനെ കാണിക്കുന്നത്. എങ്ങനെ പറയും? എന്താന്ന് പറയാ? associated words. associated things represent the whole. അതാണ് ഇവിടെ പാർട്ട് representing the whole ആണ് synecdoche. എന്നാൽ associated things representing the whole, അതിനെയാണ് metonymy എന്ന് പറയുന്നത്. ഇപ്പോ crown representing the king, അത് കിങ്ങിന്റെ ഭാഗമല്ല ക്രൗൺ എന്ന് പറഞ്ഞാൽ, മറിച്ച്
കിങ് സാധാരണ ധരിക്കും, കിങ്ങുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്രൗൺ. അതുകൊണ്ടാണ് അവിടെ മെറ്റോണിമിയ. അതുപോലെ സെയിൽ റെപ്രസെന്റിങ് ദ ഷിപ്പ്, അല്ലേ? ഷിപ്പിന്റെ ഭാഗമാണ്, ഷിപ്പിന്റെ ഭാഗമല്ല, പക്ഷെ ഷിപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് സെയിൽ. അപ്പൊ അതുകൊണ്ട് അത് മെറ്റോണിമിയ. So it occurs in the fourth line of the second stanza. The blue deep thou wingest, the blue deep thou wingest. The blue deep is a suggestive specific object that represents a larger whole or general concept. The blue deep എന്ന് പറയുമ്പോൾ is a suggestive specific object ആണ് blue deep that represents a larger whole or general concept. General കോൺസെപ്റ്റിനെയാണ് അവിടെ പറയുന്നത് എന്നതുകൊണ്ട് ബ്ലൂ ഡീപ്പിനെ മെറ്റോണിമി ആയിട്ട് പരിഗണിക്കുന്നു. ഇവിടെ ഒന്നും കൂടി വിശദമായിട്ട് പറയുന്നുണ്ട്. In this case, the metonymy of blue deep is standing for the Earth's physical atmosphere or sky-നെ ആണ് ബ്ലൂ ഡീപ്പ് എന്നതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. There are metaphors in the poem, with the skylark being Shelley's natural metaphor for poetic inspiration and expression. Metaphors ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ Shelley uses metaphors to describe day's light, such as arrows of the sun. ഡേലൈറ്റിനെ അദ്ദേഹം ആരോസ് ഓഫ് ദ സൺ എന്ന് വിളിക്കുന്നു. അപ്പൊ അവിടെ മെറ്റഫർ ആയി. പിന്നെ അലിട്രേഷൻ ഉപയോഗിക്കുന്നുണ്ട്, മെറ്റഫർ ഉപയോഗിക്കുന്നു, അലിട്രേഷൻ ഉപയോഗിക്കുന്നു. അലിട്രേഷൻ എന്താണെന്ന് നമുക്കറിയാം. ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ്, അതാണ് അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ പെയിൽ, പേർപ്പിൾ, ഈവൻ, പെയിൽ, പേർപ്പിൾ, ഈവൻ. Of that silver sphere, silver sphere. What is the difference between alliteration and consonants? Alliteration, repetition of vowels. Vowel sound. Hey, vowel sound. Repetition of consonant sound. Alliteration le consonant sounds repeat in the beginning. Consonants. കോൺസണൻസിൽ പക്ഷേ കോൺസണൻസ് ബിഗിനിൽ തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല എവിടെയെങ്കിലും. അപ്പൊ അതായത് ബിഗിനിങ്ങിൽ മാത്രം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പിന്നെ അലിട്രേഷൻ എന്ന് പറയുന്നു. അതിന്റെ പിന്നെ വേർഡിന്റെ മധ്യത്തിലോ അവസാനമൊക്കെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് കോൺസണൻസ് എന്ന് പറയുന്നു. അസോണൻസ് എന്താണ്? നേരത്തെ ജോയിരി പറഞ്ഞ അസോണൻസ് ആണ്. Repetition of vowel sound. Repetition of vowel soundനെ നമ്മൾ അസോണൻസ് എന്ന് പറയാം കേട്ടോ. ഇവിടെ till the world is wrought, world and wrought, അവിടൊക്കെ alliteration ആണ്. The poem also abounds in Shelley's use of similes, to capture the joy of beauty and there are similes in expression like a color of fire, like a cloud of fire, like an unbodied joy, like a glowworm golden. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? glowworm ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. like a rose embowered. ഓക്കെ, അതൊക്കെ സിമിലിയാണ്. But figurative language is mostly or frequently used in Skylark. It is a celebrated romantic poem exhibiting the poet's intense lyricism. In addition to the imaginative idealism, succession of splendid images, subjective treatment of nature, the poem is remarkable for its spontaneity. Shelley uses a variety of poetic devices. However, the most important poetic device, apart from some alliteration used in the poem, is simile. It's important title simile ആണ്. Entire poem is built around a series of similes. മുന്നേറ്റ പറഞ്ഞു എന്തൊക്കെയാണെന്നുള്ളത്. Okay, comparisons between Skylark and host of other things. Okay, the bird has been compared to a cloud of fire and evening that melts the evening around itself. It has been variously compared to a poet, a maiden atop her palace, a glowworm, a rose embowered in its own green leaves. Okay, the importance of all these symbols is set to in modern dialectics.
between secrecy and disclosure in the world. Okay, അതാണ് മെയിൻ ആയിട്ട് poetic. What is Shelley's idea or concept about of a poet and his function as revealed in his poem? എന്താണ് പോയറ്റിന്റെ ഫംഗ്ഷൻ, പിന്നെ അല്ലെങ്കിൽ concept of poet? Who should be a poet according to P.B. Shelley? Poet is not a mere artist. He is a divine sharp. He is a divine sharp through, yes, he is a divine harp, sorry, sharp harp, through which the cosmic power makes music for mankind. അതായത് അദ്ദേഹം ഈ ഒരു കവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈൻ ഹാർപ്പ് ആയിരിക്കണം, അവനിലൂടെ ആയിരിക്കണം എന്ത്, പിന്നെ ത്രൂ വിച്ച് ദ കോസ്മിക് പവർ മേക്സ് മ്യൂസിക് ഫോർ മാൻകൈൻഡ്. അത് ഈ പ്രപഞ്ചത്തില് മനുഷ്യർക്ക് ഈ പിന്നെ കവിതകൾ അല്ലെങ്കിൽ ഈ മ്യൂസിക് സൃഷ്ടിക്കപ്പെടേണ്ടത് ഈ നമ്മുടെ ഡിവൈൻ ഹാർപ്പായിട്ടുള്ള ഡിവൈൻ സിംഗർ ആയിട്ടുള്ള പോയറ്റിലൂടെ ആയിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈസ് എ റിഫോമർ ആസ് വെൽ ആസ് പ്രോഫറ്റ്. റിഫോമർ ആണ്, ആ വേർഡ്സ് ആലോചിച്ച് വെക്കുക, റിഫോമർ ആണ്. ഓക്കെ, അതേപോലെ പ്രോഫറ്റ് ആണ്, ഹീസ് എ പ്രോഫറ്റ് അക്കോർഡിംഗ് ടു ഷെല്ലി, ഹീസ് എ പ്രോഫറ്റ്. ഓക്കെ, അതുപോലെ സ്പ്രെഡിങ് മെസ്സേജസ് വിത്ത് എ വ്യൂ ടു ബ്രിങ്ങിങ് അബൌട്ട് റെവല്യൂഷണറി ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി. മനുഷ്യന്റെ ചരിത്രത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു റിഫോമർ ആൻഡ് പ്രോഫറ്റ് ആയിരിക്കണം പോയറ്റ്. He coined causes, words not directed by people but of his own accord. This idea, a poet and his function, has got revealed in the poem Skylark. The poet, according to Shelley, remains unknown behind the light of his own thoughts. Okay, but always pours out his heart of his own accord. He composes his poems spontaneously without being ordered by the people of the world. The world who has paid no attention to his lofty messages untimely understand the thoughts of the poet and begin to sympathize with him. ഇവിടെ ഇതിൽ കുറച്ച് വരികളാണ്. Like a poet hidden in the light of thought, singing hymns unbidden, till the world is wrought to sympathy with hopes and fears it heeded not. Okay, another question: how does Shelley relate the Skylark song to his own effort to write poetry into a Skylark? അപ്പോൾ നോക്കണം, അദ്ദേഹം എങ്ങനെയാണ് P.B. ഷെല്ലി ഇദ്ദേഹം തന്നെ ഒരു ടു എ സ്കൈലാർക്ക് എന്ന് പറയുന്ന ഒരു കവിത എഴുതാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഈ സ്കൈലാർക്കിന്റെ സോങ്ങും ഇദ്ദേഹത്തിന്റെ ആ കവിത എഴുതാൻ എടുക്കുന്ന ഒരു എഫേർട്ടുമായിട്ട് ഇദ്ദേഹം എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചത്. ഇത് Skylark is a symbol of eternal joy and beauty. It is Shelley's metaphor for poetic expression. Poetic expression ഒരു metaphor ആണ്. The poet idealizes the bird and describes the bird and its song through a series of similes. ആദ്യം എന്താണ്, poet idealizes the bird and describes the bird and its song through a series of similes, but he realizes the futility of capturing the bird's superiority through comparisons. പക്ഷെ ആദ്യം ഒരുപാട് കമ്പാരിസണിലൂടെ അദ്ദേഹം ഈ സ്കൈലാർക്കിനെ വർണ്ണിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് അദ്ദേഹം മനസ്സിലാക്കാണ് അങ്ങനെ ഈ സ്കൈലാർക്കിനെ അങ്ങനെ വർണ്ണിച്ചിട്ടൊന്നും കാര്യമില്ല അങ്ങനെ കമ്പാരിസണിലൂടെ. കാരണം none of the images he devises, such as comparing the bird to a rainbow cloud or a glowworm, is sufficient to convey the sheer ecstatic joy that he feels when he listens to its song. അല്ലേ? അപ്പം എന്താണ്, ഒരു എത്ര കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന്റെ ആ ഒരു എക്സ്റ്റാറ്റിക് ജോയോളം വരൂല, അത്ര ആ ഒരു സന്തോഷത്തോളം വരൂല that he feels when he listens to its song. In this joy, the sweet thoughts of the bird that Shelley wants to learn or internalize, because the Skylark's joy is different from the joy felt by humans. Skylark's joy അതുപോലെ
ഹ്യൂമൻസിന്റെ ജോയ് വ്യത്യാസമുണ്ട്. Learning how to capture such joy will enable him to incorporate such a feeling into his poetry and compose such melodious verses. പിന്നെ ആകെയുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാല് അങ്ങനെ സ്കൈലാർക്കിന്റെ ജോയ് അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിച്ചത് കൊണ്ട് അതേപോലുള്ള ഒരു നല്ലൊരു കവിത ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളത് മാത്രമാണ്. To incorporate such a feeling to his poetry and compose such melodious verses that the world around him would listen to him with rapt attention. അപ്പൊ ആ കവിത എന്തായാലും ആളുകൾ വായിച്ചോളും, അത്രക്കും മെലോഡിയസ് ആണ്. Teach me half the gladness that thy brain must know, such harmonious madness from my lips would flow. The world should listen then as I am listening now. Okay, ഞാൻ ഈ സ്കൈലാർക്കിനെ ഇങ്ങനെ കേൾക്കുന്നത് പോലെ എൻ്റെ ഈ കവിത എഴുതി കഴിഞ്ഞാൽ ആളുകൾ ആ പാട്ടിനെ, ആ കവിതയെ കേട്ടോളും എന്ന് പറയാം. Shelley recognizes what is special about the Skylark song. He would achieve if the sweet thoughts of the bird are united with his poetic talent. He is of the idea that incorporating the power in nature into his poetry would make him write poetry as effective, as harmonious, yet mad as the bird's song. അല്ലേ? അദ്ദേഹം ഈ സ്കൈലാർക്കിന്റെ ആ സോങ് കേട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കവിത എഴുതുകയാണെങ്കിൽ ആ കവിത അത്രക്കും ഇഫക്റ്റീവ് ആയിരിക്കും, ഹാർമോണിയസ് ആയിരിക്കും, മാഡ് ആസ് ദ ബേർഡ് സോങ്, ഈവൻ മാഡ് ആയിരിക്കും. ബേർഡിന്റെ സോങ് എന്ന് പറഞ്ഞാൽ അത്രക്കും വളരെ അതിമനോഹരമാണ്. അതേപോലെ ആയിരിക്കും അദ്ദേഹത്തിന്റെ കവിതയും. Why does Shelley call or address the Skylark blithe spirit? Okay, എന്താണ് സ്കൈലാർക്കിന്റെ ബ്ലൈത് സ്പിരിറ്റ് എന്ന്, ഇത് നല്ലൊരു ചോദ്യമാണ്. ബ്ലൈഡ് സ്പിരിറ്റ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഓക്കെ, യെസ്. Percy Shelley's celebration poem Ode to a Skylark, a minuscule bird that is famous for its song. ഈ പോയത്തിൽ ഷെല്ലി ഐഡിയലൈസസ് ദ ബേർഡ് ആൻഡ് പ്രസൻസ് ഇറ്റ് ആസ് എ യുണീക് ക്രിയേച്ചർ. ഷെല്ലിയെ സംബന്ധിച്ചിടത്തോളം ദ സ്കൈലാർക്ക് ഈസ് ആൻ ഇമ്മോർട്ടൽ ബീയിങ് സിംബലൈസിംഗ് ലിമിറ്റബിൾ ബ്യൂട്ടി, ഇല്ലിമിറ്റബിൾ ബ്യൂട്ടിയാണ്. അത്രക്കും ബ്യൂട്ടി ഉള്ള സംഭവമാണ്. Its music is perfect embodiment of beauty and joy and hence an endless source of inspiration for the poet. അതിൽ സംശയമൊന്നുമില്ല. At the very outset of the poem, Shelley calls the bird blithe spirit. ഈ ബ്ലൈത് എന്ന് പറഞ്ഞാൽ ഒരു ഓൾഡ് ഇംഗ്ലീഷ് വേർഡാണ്. അതിന്റെ അർത്ഥം കെയർ ഫ്രീ, ഹാപ്പി ആൻഡ് ലൈറ്റ് ഹാർട്ടഡ്. കെയർ ഫ്രീ, ഹാപ്പി ആൻഡ് ലൈറ്റ് ഹാർട്ടഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ബ്ലൈത് സ്പിരിറ്റ് എന്ന് പറയുന്നത് പരീക്ഷയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഡിഗ്രിക്കൊക്കെ ചോദിച്ചത്. ബ്ലൈത് സ്പിരിറ്റ്, കെയർ ഫ്രീ, ഹാപ്പി ആൻഡ് ലൈറ്റ് ഹാർട്ടഡ്. സ്പിരിറ്റ് എന്ന് പറഞ്ഞാല് ഇൻകോർപ്പറൽ സൂപ്പർ നാച്ചുറൽ ബീയിങ്. സ്പിരിറ്റ് ഇൻകോർപ്പറൽ, അത് ഇൻകോർപ്പോറിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് ഈ ഭൂമിയുമായി പെടാത്തതാണ്. ഓക്കെ, ഭൂമിയല്ല, അതായത് ദൈവികമായിട്ടുള്ളതാണുള്ളത് സ്പിരിറ്റ്. ആൻഡ് സ്പിരിറ്റ് മീൻസ് ഇൻകോർപ്പോറിയൽ സൂപ്പർ നാച്ചുറൽ, ദൈവികമായിട്ടുള്ള സംഭവം, അതായത് ശരിക്ക് ഭൂമിയിൽ ഇല്ലാത്ത സംഭവമാണ്. ഓക്കെ, ബ്ലൈത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെയർ ഫ്രീ ആയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ രണ്ടും കൂടി കൂട്ടിയിട്ടുണ്ട്. Shelley calls the bird a spirit because it is rarely visible and only its melodious song is heard by the people. അതിന് സോങ് മാത്രമേ ആൾക്കാർ കേൾക്കുള്ളൂ. പ്രത്യേകിച്ച് പകൽ സമയങ്ങളിൽ സോങ് മാത്രമേ കേൾക്കുള്ളൂ, ആൾക്കാർ കാണൂല അത്. അതുകൊണ്ടാണ് അതിനെ സ്പിരിറ്റ് എന്നുള്ള വിളിച്ചത്. പിന്നെ ബ്ലൈത് എന്ന് വിളിക്കാൻ കാരണം കെയർ ഫ്രീ ആണ്, അത് ആരും ഭയക്കുന്നില്ല, അതിങ്ങനെ പാടി പോവാണ്. The sweet song of the Skylark reveals to Shelley that unlike ordinary mortals, it is absolutely carefree. Skylark symbolizes the free soul. According to Shelley's vision, is ignorant of the sufferings and chaos of the world. നേരത്തെ നമ്മള് ടിൻഡേൺ അബിയിൽ പറഞ്ഞില്ലേ, nature is in perfect harmony with the human being, അല്ലെങ്കിൽ man എന്ന് പറഞ്ഞല്ലോ. അതേപോലെ ഇത് ഈ സ്കൈലാർക്ക് ഈസ് ഇഗ്നറന്റ് ഓഫ് ദ സഫറിങ്സ് ആൻഡ് കെയർസ് ഓഫ് ദ വേൾഡ്. ഈ ലോകത്തെ സഫറിങ്സ് ആൻഡ് കെയർസ് അത് ഒന്നും അറിയാതെ
ഒന്നും അറിയാത്ത ഒരു പക്ഷിയാണ് സ്കൈലാർക്ക്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഇതേ തീം തന്നെ ഇതിലുള്ള സെയിം തീം അറിയോ? ഓഡിറ്റ് നൈറ്റിംഗേൽ അതേ സെയിം തീം, ഒരു മാറ്റമില്ല. അതായത് ജോൺ കീറ്റ്സ് ചോദിക്കുന്നുണ്ട്, മേ ഐ കം ടു യു. ആ വരികളല്ല, വരികൾ വ്യത്യാസമുണ്ട്, എന്നാലും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഐ വുഡ് ലൈക്ക് ടു ഐ ആം ഹാഫ് ഇൻ ലവ് വിത്ത് ദീ, അല്ലേ? അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ ഐ വുഡ് ലൈക്ക് ടു കം ടു ദ വേൾഡ് ഓഫ് യുവർ വേൾഡ്, ഞാൻ നിന്റെ ലോകത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അവിടെ അങ്ങനെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഫോർലോൺ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് എന്നേക്കും അവിടെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് തിരിച്ചു വരണം, എനിക്ക് അവിടെ തിരിച്ചു വരണം എന്നുള്ള ആ രൂപത്തിലാണ്. ബിക്കോസ് യുവർ വേൾഡ് ഈസ് സച്ച് എ ബ്യൂട്ടിഫുൾ വേൾഡ് എന്ന് ഓഡ് ടു എ നൈറ്റിംഗേൽ പറഞ്ഞു. അതേ സംഭവം തന്നെ ഇതിലും പറഞ്ഞു, സ്കൈലാർക്കിൽ. അതാണ് എന്താണ് ദ സ്കൈലാർക്ക് സിംബലൈസസ് എ ഫ്രീ സോൾ ആണ്, ഫ്രീഡം. According to Shelley, it is ignorant of the sufferings and chaos of this world. ഈ ലോകത്തെ ഒരു പ്രശ്നങ്ങളും ആരും അറിയുന്നില്ല, ഈ സ്കൈലാർക്ക് അറിയുന്നില്ല. ഈ ലോകത്തുള്ള ഒരു പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പക്ഷിയല്ല നമ്മുടെ സ്കൈലാർക്ക്. അപ്പൊ അതുകൊണ്ട് I also want to come to your world. According to Shelley's vision, by saluting the skylark as blithe saluting the skylark as blithe spirit, Shelley is trying to represent the bird as an abstract quality of pure joy. ഒരു പ്യുവർ ജോയ് അല്ല, ഒരു അബ്സ്ട്രാക്റ്റ് ആണ്, കോൺക്രീറ്റ് അല്ല, നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ദൈവീകമായിട്ടുള്ള ഒരു ജീവിയാക്കിയിട്ട് മാറ്റുകയാണ് നമ്മുടെ സ്കൈലാർക്ക് കേട്ടോ. How is there a skylark presented in Shelley's poem to a skylark? The last question ആണ് തോന്നുന്നത് അല്ലേ? ഇല്ല. Okay. Yes. ഷെല്ലിന്റെ പോയത്തിൽ സ്കൈലാർക്ക് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. He calls the skylark a blithe spirit which sings in profuse strains of unpremeditated art. ഇവിടെ നോക്കണുണ്ട്, അൺപ്രീമെഡിറ്റേറ്റഡ് ആണ്. അൺപ്രീമെഡിറ്റേറ്റഡ് ആണ്, മുൻകൂട്ടി തീരുമാനിക്കാത്തതാണ്. അത് എന്താണ്, അതിന് മനസ്സിൽ തോന്നിയതൊക്കെ ഇങ്ങനെ പാടാണ്. The bird is thus compared to an unearthly, ഇതൊക്കെയാണ് പരീക്ഷയ്ക്ക് വരിക കേട്ടോ. It is compared as unearthly, heaven connected event. ദൈവികമാണ്, സ്വർഗീയമാണ്, not merely a physical bird. It is like a cloud of fire, dwelling in the golden lightning. The bird is free and unfettered. എവിടെയും പിടിച്ചു കെട്ടാത്ത വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു പക്ഷിയാണ്. An unbodied joy whose race is just begun. Okay, അപ്പൊ അതായത് ഇത് ഭയങ്കര സന്തുഷ്ടമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി പാടി നടക്കുന്ന ഒരു പക്ഷിയാണ്, സ്വതന്ത്രമായി പാടി നടക്കുന്ന പക്ഷിയാണ്. The poet then indulges in a series of similes. പിന്നെ നമുക്കറിയാം similes ഒക്കെ ഉപയോഗിക്കുന്നത്. He brings in a series of similes, striking comparisons between the skylark and a host of other things. Okay, the bird has been compared to a cloud of fire that melts the evening around itself. It has been variously compared to a poet, a maiden atop her palace. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തിനോടൊക്കെയാണ് ഈ പക്ഷിയെ കമ്പയർ ചെയ്യപ്പെടുന്നത്? ക്ലൗഡ് ഓഫ് ഫയർ, ക്ലൗഡ് ഓഫ് ഫയർ. ഓക്കെ, അതുപോലെ എ പോയറ്റ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എ പോയറ്റ്, എ മെയ്ഡൻ atop her palace, a glowworm. എന്തിനോടൊക്കെയാണ് കമ്പയർ ചെയ്തതെന്ന് ചോദിക്കും. A glowworm and a rose embowered in its green leaves. A rose. Okay, അപ്പൊ അതിനോടൊക്കെ കമ്പയർ ചെയ്തിട്ടുണ്ട്. A cloud of fire, a poet, a maiden, a glowworm, rose, ഇതിനോടൊക്കെയാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. Okay, but he soon realizes the futility of capturing the bird's superiority through comparison because none of these images is sufficient to convey the sheer ecstatic joy that he feels when he listens to his song.
അല്ലേ? പക്ഷെ ഇതിനോടൊന്നും ഉപമിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ വളരെ ചെറുതാണ്. ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊന്നും അല്ല. Shelley idealizes the skylark and presents it as a unique creature. പക്ഷേ ഇതൊന്നും അല്ല. സ്കൈലാർക്ക് എന്ന് പറഞ്ഞാൽ യുണീക്ക് ആണ്, ഒരു പ്രത്യേക ജീവിയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സ്കൈലാർക്ക് ഇസ് എൻ ഇമ്മോർട്ടൽ ബീയിങ്. ഇറ്റ് ഇസ് എൻ ഇമ്മോർട്ടൽ ബീയിങ്. അതിന് എന്താണ്, മരണമില്ലാത്ത ഒരു ജീവിയാണ് സ്കൈലാർക്ക്, അക്കോർഡിംഗ് ടു T.P. Shelley. Its music is perfect embodiment of beauty and joy, and hence an endless source of inspiration for the poet. It's a source of inspiration for the poet. Poetry is a source of inspiration. It is Shelley's natural metaphor for poetic expression, the harmonious madness of pure inspiration. Okay, harmonious madness, ഈ വാക്കുകളൊക്കെ ആലോചിക്കുക. Pure inspiration, harmonious madness, poetic expression, pure poetic expression. Okay, so ഇതിനൊക്കെ source എന്നാണ് സ്കൈലാർക്ക്. What are the various elements in the Skylark song, Shelley's poem? Okay, എന്തൊക്കെയാണ് various elements? He compares to many different beautiful things to show. അതൊക്കെ നമ്മൾ പറയുന്നത് to Shelley, Skylark is a blithe spirit. എന്താ, what is blithe spirit? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്താണ്, why it is blithe? Free soul. Free soul. Spirit എന്ന് പറയുമ്പോൾ heavenly, അല്ലേ? heavenly അല്ലെങ്കിൽ godly എന്നൊക്കെ പറയും. Happy, light-hearted. Blithe. Full thought in profuse strains of unmeditated art. അതായത് ഒരിക്കലും മുൻകൂട്ടി തീരുമാനിക്കാത്ത പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്കൈലാർക്ക്. The bird is unseen in the dazzling daylight. The invisibility of the bird has invested it with an element of mystery in the eye of the poet. It is like a star of heaven and is superior to earth and unseen in the broad daylight. It is like a star of heaven. അതുപോലെ തന്നെ superior to earth, unseen in the broad daylight. അതായത് എർത്തിനേക്കാളും superior ആണ്, ഡേലൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും. It is a star of heaven, സ്വർഗത്തിലെ നക്ഷത്രമാണ്. The Skylark is, with its melodious song, is a mystery to the poet. എന്തുകൊണ്ടാണ് mystery ആവുന്നത്? കാരണം the poet cannot understand what the Skylark is singing. The mystery that surrounds the bird makes Shelley put forward the question. അങ്ങനെയാണ് ഷെല്ലി ചോദിക്കുന്നത്, എന്ത്? What thou art we know not. What thou art we know not. What is most like thee? Okay. An important aspect of bird song is its purity and joyousness. Another important aspect ആണ് purity and joyousness. അതിന്റെ സന്തോഷം, അതിന്റെ പവിത്രത. The joy of the bird is pure and unmixed. വളരെ pure ആണ്, unmixed. The song of the bird is divine to the poet. The poet tells, I have never heard or praise of love or wine that panted forth a flood of rapture so divine. Shelley is fascinated by the sweet and happy thoughts of the bird, which provide inspiration to its song. The poet wonders at the source of such unlimited ecstasy. എങ്ങനെ സാധിക്കുന്നു എന്നാണ്. The fountains of thy happy strain. Shelley also points out that more than the delightful music of the earthly people or the wisdom stored in the books, the lark's music is a source of inspiration to the poet. The music of the Skylark is perfect embodiment of beauty and joy, and hence an endless source of inspiration for the poet. Okay, how does Shelley establish the superiority of the Skylark song to the song of man? Okay, but the melodious song of the Skylark is superior to all songs of man. അല്ലെ, സ്കൈലാർക്ക് മനുഷ്യന്മാർക്ക് പാടാൻ പറ്റൂല ഈ പാട്ട്. ആ രൂപത്തിലുള്ള പാട്ടാണ് ഈ സ്കൈലാർക്ക് പാടിക്കൊണ്ടിരിക്കുന്നത്.
Sensuous enjoyment and ecstasy of love are the two powerful sources of inspiration to human poetry. അപ്പം ഇദ്ദേഹത്തിന് കിട്ടുന്ന സെൻഷ്വസ് എൻജോയ്മെന്റ് ആൻഡ് എക്സ്റ്റസി ആണ്. അത് രണ്ടും ഈ ഒരു പിന്നെ പക്ഷിയുടെ പാട്ടിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. Love songs and songs in praise of wine are the sweetest of the human songs. But these are surpassed by the Skylark. Love song, അതുപോലെ തന്നെ songs of praise of wine song. അപ്പൊ അതൊക്കെ ഭയങ്കര സോങ്സ് ആണ്, പക്ഷെ അതിനേക്കാൾ അപ്പുറമാണ് ഈ Skylark. But these are surpassed by the Skylark song. I have never heard or praise of love or wine that panted forth a flood of rapture so divine. അപ്പൊ ഇതിനെ പറ്റിയൊന്നും പാടുന്നത് ഇത്രയും മനോഹരമായി പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അതിനേക്കാളും മനോഹരമായിട്ടാണ് ഇത് Skylark's song. Again, wedding songs and songs in celebration of victory are nothing compared to the song of Skylark. In these earthly songs, we always feel the absence of perfection. The song of the Skylark is perceived with a keen sense of joyousness. It has no sense of languor and annoyance. It knows the mystery of life and death. Skylark's song and the mystery of life and death. Hence the song of the bird is clear, fresh and melodious. Thy notes flow in such a crystal stream. Okay, human songs are also characterized by the inherent sadness. Man's sweetest songs are those that tell of saddest thoughts. Our sweetest songs are those that tell of saddest thoughts. Very important title. But the Skylark is eternally joyous, and its song is the expression of ideal joy and beauty. Okay. Better than all measures of delight sound, better than all treasures that in books are found, thy skill to fight were thou's corner of the ground. But the skill of singing enjoyed by the Skylark is greater than and superior to all to that of the poet. Poet-നേക്കാളും ഉഷാറായിട്ട് ഈ Skylark പാടുന്നുണ്ട്. അടുത്തത്, how does Shelley idealize the bird in Skylark എന്ന് ചോദിച്ചത്? അതില് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല്, to Shelley the Skylark is a blithe spirit, full throat, profuse strains of mediated art. Okay. Shelley presents the Skylark as superior to every earthly object. അങ്ങനെയാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. ഐഡിയലൈസ് ചെയ്യും. He presents the Skylark as superior to every earthly object. It is like a star of heaven. It is superior to earth and unseen in the broad daylight. The Skylark with its melodious song is a mystery to the poet. അതുകൊണ്ടാണ് ഐഡിയലൈസ് ചെയ്യുന്നത്. It is a mystery to the poet. He cannot understand what the Skylark is singing. We cannot understand, but it is very beautiful. Okay. The mystery that surrounds the bird makes Shelley put forward the question, what thou art we know not. What is most like thee? The bird has been beautifully compared to the poet, hidden in the light of thought, to a high-born maiden in a palace tower, glowworm, golden in a delhi of dew, and a rose glowworm, high-born maiden. Okay, comparing with thy clear, keen joyance, languor cannot be. Shadow of annoyance never came near thee. Thou lovest, but never knew loved sad satiety. Okay, like Keats, Nightingale, Shelley's lark is free from the weariness, the fever, and the fret. ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് നൈറ്റിംഗേൽ, ജോൺ കീറ്റ്സിന്റെ നൈറ്റിംഗേലിൽ ഇങ്ങനെ തന്നെ പറഞ്ഞു, ഇറ്റ് നെവർ ന്യൂ ദ വെയർനെസ്, ദ ഫീവർ ആൻഡ് ഫ്രെറ്റ് എന്ന് പറഞ്ഞാല് ഹി വാസ് നോട്ട് ടയർഡ് ഓഫ് സിംഗിങ്. അതുപോലെ ഫീവർ ആൻഡ് ഫ്രെറ്റ് എന്ന് പറഞ്ഞാല് ഓൾ ദ സഫറിങ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ്, അത് നൈറ്റിംഗേലിന് അറിയില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ Skylark. Okay, the plague
that plague human beings. Human beings in a fever and pressure, all the sufferings and weariness. അതൊന്നും നൈറ്റിംഗേലിന് അറിയില്ല. അതേപോലെ Skylark. The feeling of weariness never disturbed the joy experienced by the Skylark. The feeling of trouble and dissatisfaction do not touch the heart of the bird. Its joy is unflagging and undisturbed by troubles and anxieties. How does Shelley establish the superiority of the Skylark over man in his poem To a Skylark? Shelley's Skylark is a happy and joyous singing bird, free from the weariness, the fever and fret that are unique, quite common in human life, in contrast to the joyful and happy life of the Skylark. The life of human beings on the earth is sorrowful and miserable. Okay, life of human beings. Human life is miserable and sorrowful. But the world of Nightingale and the Skylark, they both are joyous, ecstatic. Neither the past nor the future holds out any charm to human beings. The bird has no regret for the past, no longing for the future. അതിന് പാസ്റ്റിനെ കുറിച്ചിട്ട് ഖേദിക്കേണ്ട ആവശ്യമില്ല, ഭാവിയെ കുറിച്ചിട്ട് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. Man is always unhappy because he is never satisfied with his lot. മനുഷ്യന്മാർക്കാണ് ഈ കിട്ടിയത് മതിയാവാത്ത അവസ്ഥ, എത്ര ആയാലും സന്തോഷം ഉണ്ടാവും. പക്ഷേ bird is not unhappy. Bird is always happy. It doesn't care about the past or future. Man loves, but his love brings bitterness when it is satisfied. But the bird does not know love's satiety. Man is afraid of death. He has no clear idea of what is there after death. മനുഷ്യന്മാർ എപ്പോഴും പേടിക്കുന്ന, എത്ര പൈസ ഉണ്ടായാലും പേടിക്കുന്ന സംഭവമാണ് മരണം. എന്നാണ്. മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരാളും ഈ ലോകത്തില്ല. ഓക്കെ, അതാണ് സത്യം. പക്ഷേ ഈ ഒരു പേടി ആർക്കുണ്ടാവില്ല? സ്കൈലാർക്കിനുണ്ടാവും. The bird has the knowledge of the mystery of life and death. ഓക്കെ, പക്ഷേ ഈ നോളജ്, കൃത്യമായിട്ടുള്ള ഒരു ധാരണ ആർക്കുണ്ട്? നമ്മുടെ ബേർഡിനുണ്ട്. The bird is a philosopher who has an insight into the deeper things of life, waking or asleep. Thou of death must deem things more true and deep. കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട്, വളരെ ഡീപ്പായിട്ട്, അഗാധമായിട്ട് അറിയുന്ന ഒരാളാണ് ഈ സ്കൈലാർക്ക്. Than we mortals dream. അതായത് നമ്മൾ മനുഷ്യന്മാര് സ്വപ്നം കാണുന്നതിനപ്പുറമാണ്. Or how could thy notes flow in such a crystal stream? അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പോയിട്ട് ചോദിച്ചത്? കാരണം കൃത്യമായിട്ട് ഈ രൂപത്തിൽ ക്രിസ്റ്റൽ സ്ട്രീമിലാണ്, വളരെ സ്ഫുടമായിട്ടാണ് ആ ഒരു പക്ഷി പാടുന്നത്. Whereas the bird's life is marked by clear, keen joyance, the life of man is characterized by sorrow and mystery. The miserable lot of human being is given poignant expression in the following lines. വരികൾ വായിച്ചാൽ മതി. We look before and after and find for what is not. Our sincerest laughter with some pain is fraught. Our sweetest songs are those that tell of saddest thought. ഞാൻ നേരത്തെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ വരികൾ തന്നെ. We look before and after and find for what is not. നമ്മൾ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമുക്ക് എന്തില്ല എന്നുള്ളതിനെ പറ്റി ഇങ്ങനെ ഖേദിക്കുന്നു. ഒരു വീടുണ്ടെങ്കിൽ വീടുണ്ട്, കാറില്ല. കാറുണ്ടെങ്കിൽ കാറുണ്ട്, വീടില്ല. അല്ലെങ്കിൽ പിന്നെ കാറും വീടും ഉണ്ടെങ്കിൽ എനിക്ക് റോഡില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പോരായ്മയാണ്. Our sincerest laughter with some pain is fraught. Our sweetest songs are those that tell of saddest thought. നമുക്ക് എന്ത് സന്തോഷത്തായാലും അതിലൊരു സങ്കടം ഉണ്ടാവും. അതാണ് പ്രശ്നം മനുഷ്യന്മാർക്ക്. What picture of human life do you get in Shelley's poem To a Skylark? Human life നെ കുറിച്ചിട്ട് എന്ത് പിക്ചറാണ്? അതിൽ we get a pessimistic picture of human life. അതാണ് To a Skylark. Pessimistic picture of human life. The joyful and happy life of the Skylark is contrasted with miserable human existence on earth. Man is always unhappy because he is never satisfied with his lot. Man is always unhappy. Man loves, but his love brings bitterness when it is
satisfied. Again, man is afraid of death. He has no clear of what is there after death. The bird has the knowledge of already born. The miserable lot of human experience is given poignant expression. About the നേരത്തെ പറഞ്ഞാലേ അടുത്തത് the scorner of the ground, about whom is this said. Why does the poet describe it as the scorner of the ground? He describes the singing bird as the scorner of the ground because it goes upward and sings there. ഈ പക്ഷി മുകളിൽ ഒരുപാട് ഉയരത്തിൽ പറന്നുകൊണ്ട് താഴെ നോക്കിയിട്ടാണ് ഇങ്ങനെ പാടുന്നത്. അതുകൊണ്ടാണ് സ്കോണർ എന്ന് പറഞ്ഞാൽ പുച്ഛിക്കുക. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എർത്താണ്. നെത്തിനെ നോക്കി പുച്ഛിക്കുന്ന ആളായിട്ടാണ്, ജീവിയായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. Higher still and higher from the earth thou springest like a cloud of fire. The blue deep thou wingest, and singing still dost soar, and soaring ever singest. അങ്ങനെ പറന്ന് മുകളിലേക്ക് ഇങ്ങനെ പറന്നുകൊണ്ട് ഇങ്ങനെ പാടുകയാണ്. പാടിക്കൊണ്ട് പറക്കുന്നു, പറന്നുകൊണ്ട് പാടുന്നു, രണ്ടും ചെയ്യുന്നുണ്ട്. മുകളിലേക്ക് The skylark sings in the golden lighting of the sunken sun, and sings and soars throughout the whole sky. A song is heard, but it remains invincible in the broad daylight. പാട്ട് കേൾക്കാൻ പറ്റുള്ളൂ, കാണാൻ പറ്റുള്ളൂ. Shelley describes the bird through a series of images. നമുക്ക് എന്തൊക്കെ ഇമേജസ് അറിയില്ല. പോയറ്റ്, പിന്നെ പോയറ്റിനോട് ഉപയോഗിക്കുന്നുണ്ട് ഒരു ലേഡി ഇൻ ദ പാലസ് അല്ലേ, പിന്നെന്താണ് ഗ്ലോബം, പിന്നെ റോസ് ഇതിനോടൊക്കെ പോയറ്റ് അല്ലേ, അതിനോടൊക്കെ ഏറ്റവും ലാസ്റ്റിൽ പറയുന്നുണ്ട്. Though all these unearthly and unfamiliar images Shelley describes the bird. The skylark is a spirit, blind spirit. It is an ideal. It does not come down to the earth. It loves to the soar in the sky. Hence Shelley thinks that the skylark despises the ground. ഇങ്ങനൊക്കെ ആണെങ്കിലും ഇവിടെ ഈ എർത്തിലേക്ക് വരുന്നില്ല, മുകളിലേക്ക് പൊങ്ങി പോവാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത് മുകളിലേക്ക് പൊങ്ങി പോയിട്ട് താഴെ നോക്കിയിട്ട് ഭൂമിയിലുള്ള ആളുകളെ പുച്ഛിക്കുകയാണെന്ന് തോന്നുന്നതാണ്. ഓക്കെ, അപ്പൊ അത്രയാണ് ഓഡ് ടു എ സ്കൈലാർക്ക്. അതുപോലെ നമ്മളിപ്പോ ടിൻറ്റേൺ അബേ ഓഡ് ടു എ സ്കൈലാർക്ക് പബ്ലിഷ് ചെയ്ത വർഷം ഏതാ? അതൊക്കെ പറയാൻ പറ്റാ? 1820. പിന്നെ ഇതിൽ എത്ര സ്റ്റാൻസാസ് ഉണ്ട്? 21 സ്റ്റാൻസ്. ഡിസ്കസ് ചെയ്തതാണ്. ഇതിന് മീറ്റർ ഇതുണ്ടോ, റൈം സ്കീം ഉണ്ടോ? AB രണ്ട് B. ഓക്കെ, ABABB. ഓക്കെ, അപ്പൊ അത് ആലോചിച്ചെടുക്കുക. അപ്പൊ പബ്ലിഷ് ചെയ്ത 1820, 21 സ്റ്റാൻസാസ്. ഓക്കെ, ABABB. ഓക്കെ, ABABB. അപ്പൊ ഈ ഒരു കാര്യമാണ്. മീറ്റർ ഏതെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ആദ്യത്തെ 5 വരി, ഓരോ സ്റ്റാൻസിൽ 5 ലൈൻസ്. ഓരോ സ്റ്റാൻസ് ആദ്യത്തെ 4 എണ്ണം ട്രോക്കിയേക്കാണ്. ആദ്യത്തെ 4 വരി ട്രോക്കിയേക്ക്. ലാസ്റ്റ് ഫിഫ്ത്ത് ലൈൻ പിന്നെ അയാംബിക് ഹെക്സാമീറ്റർ. ഈ ഫിഫ്ത്ത് ലൈന് അയാംബിക് ഹെക്സാമീറ്റർ. അലക്സാണ്ട്രി അതിന്റെ മറ്റൊരു പേരല്ല ഓക്കെ. ഈ കാര്യങ്ങൾ ആലോചിച്ചൊക്കെ ടോട്ടൽ 21 സ്റ്റാൻസേഴ്സ് ആണ്. ഫസ്റ്റ് 5 ലൈൻ സ്റ്റാൻസേഴ്സ് ആണ്. ഫസ്റ്റ് 4 പ്രോക്കൈക്ക് ആണ്. 5th ലൈൻ അയാംബിക് ഹെക്സാമീറ്റർ ആണ്.
1820 പബ്ലിഷ് ചെയ്തത്. 21 സ്റ്റാൻസാസ്. പിന്നെ വേറെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഇതിലുള്ള ഞങ്ങളെ കോളേജിയറ്റിന്റെ ഒരു വിജയം എന്ന് പറഞ്ഞാല് പിന്നെ അവരുടെ ഒരു സഹകരണമായിരുന്നു കേട്ടോ. മെയിനായിട്ട് അവരാ വോയിസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവര് ഭയങ്കര സഹകരണം. അതായത് എന്തൊക്കെ മെറ്റീരിയൽ അവരുണ്ടാവും എക്സ്ക്ലൂസീവ് ആയിട്ട് അവർക്ക് എന്തൊക്കെ കിട്ടണം ഒക്കെ ഷെയർ ചെയ്യും. അവർ ഷെയർ ചെയ്യും, അതുപോലെ മറ്റുള്ളവർ ഷെയർ ചെയ്യും. എല്ലാവരും നല്ല ഓപ്പൺ മൈൻഡഡ് ആയി എല്ലാവർക്കും കിട്ടണം എന്നുള്ള രൂപത്തിൽ അതേമാതിരി നമ്മളെല്ലാവരും ചെയ്യാം കേട്ടോ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് കിട്ടും, അവർക്ക് നമുക്കുള്ളത് നമുക്ക് വേറെ തന്നെ കിട്ടും. അല്ലാതെ നമുക്ക് നമ്മള് ഷെയറിങ് ആൻഡ് ഗെറ്റിംഗ് ആകുമ്പോൾ ഒരുപാട് സാധനം കിട്ടും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാവരും മറികടന്നിട്ട് മുന്നിലേക്ക് എത്താൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ ഏതായാലും ഇന്നിപ്പം ബാക്കി മറ്റേ ടോപ്പിക് ടെസ്റ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ എടുക്കാൻ സമയമില്ല, നാളെ നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. മൺഡേ അടുത്ത 2 പോയട്രിയാ എക്സാം? അടുത്ത 2 പോയട്രി ഏതൊക്കെ നമ്മൾ പറയുന്നത്? യുലിസസ്. അത് നമ്മൾ നല്ല പഠിച്ചോളൂ കേട്ടോ. ഞാൻ ചിലപ്പോൾ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും, ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പൊ ടഫ് ഉള്ളതിന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ 2 എഴുതാം കേട്ടോ. ഞാൻ ഇതൊക്കെ ടഫുള്ള ക്വസ്റ്റ്യൻ ഇട്ടത് നിങ്ങൾക്ക് ഇപ്പോൾ മുതലായില്ലേ? അപ്പൊ അത് ഡിസ്കസ് ചെയ്ത സമയത്ത് അത് മുതലായില്ല. കാരണം ആ പോയം നമുക്ക് മുഴുവനായിട്ട് കവർ ചെയ്തു. 2 സിലജിസം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇല്ലേ? അത് നമുക്ക് ഈ മോഡൽ എക്സാമിന്റെ സമയത്ത് ചെയ്താൽ അതായത് കുറച്ച് സമയം എടുക്കും ഉണ്ടാക്കാൻ. നമ്മൾ ആ മോഡൽ എക്സാമിന്റെ സമയത്ത് ചെയ്യാം. പാർട്ട് അതായത് കഴിഞ്ഞ ഉടനെ തന്നെ പാർട്ട് ചെയ്യലേക്ക് പോകാം. ഇവാലുവേഷൻ ടെസ്റ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ അല്ലായിരുന്നു അത് ടീച്ചർ എടുത്ത്? ടീച്ചർ അത് കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. കംപ്ലീറ്റ് ആക്കിയില്ലല്ലോ, നമുക്ക് കംപ്ലീറ്റ് ആക്കിയാ പോരെ. നമ്മുടെ ടീച്ചർ ഉണ്ട്, നമ്മുടെ പിന്നെ അശ്വതി അല്ലേ, ആ ടീച്ചർ എടുക്കാന്ന് പറഞ്ഞു. എടുക്കുന്ന ലാസ്റ്റ് NCF ഒക്കെ അല്ലേ, അത് ടീച്ചർ തുടങ്ങാന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ പുറകോട്ട് പോവാനുണ്ടെന്ന്. പിന്നെ ഹസ്ബൻഡും ടീച്ചർ തന്നെയാണ് ടീച്ചറെ. അപ്പൊ ടീച്ചർ എടുത്തോളാന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് പാർട്ട് എയിലേക്കും പോവാം. ടീച്ചേഴ്സ് നമുക്ക് അറേഞ്ച് ചെയ്യണം. നിങ്ങൾ ആരെങ്കിലും നല്ല ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇതല്ല ഇതല്ല കേട്ടോ, മറ്റേത് GK ആ ഭാഗം കേട്ടോ. നല്ല ടീച്ചർ ആത്മാർത്ഥതയോടുകൂടി ഇങ്ങനെ എടുക്കുന്ന ടീച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജാനുവരിയോട് കൂടി സിലബസ് തീർക്കാൻ പറ്റും. സിലബസ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഫുള്ള് റിവിഷൻ ആക്കാം. റിവിഷൻ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ.